Hello, good evening all. Good Good evening, evening. sir. So, good evening. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് UGC നെറ്റ് ജൂൺ 2024 സൈക്കിൾ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പേപ്പർ 1 റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ്. നമ്മൾ അതിന്റെ ഒരു MCQ ഒരു സീരീസ് ആയിട്ടാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് അടക്കം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ അധികം കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു തിയറി കം ഒരു MCQ സെഷൻ ആണ് നമ്മൾ ഇന്ന് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ഫസ്റ്റ് റിസർച്ചിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് റിസർച്ച് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. റിസർച്ച് ഈസ് എ സയന്റിഫിക് എൻഡേവർ ടു ആൻസർ എ റിസർച്ച് ക്വസ്റ്റ്യൻ. അതായത് നമ്മളുടെ മുന്നിലുള്ള ഒരു റിസർച്ച് ക്വസ്റ്റ്യനുള്ള ഒരു ആൻസർ സയന്റിഫിക് എൻഡേവറിലൂടെ ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ് എന്ത് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ റിസർച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സയന്റിഫിക് എൻഡേവർ ടു ആൻസർ എ റിസർച്ച് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ട്, ആ റിസർച്ച് ക്വസ്റ്റ്യനുള്ള ആൻസറിലേക്ക് എത്തുന്നത് ഒരു സയന്റിഫിക് എൻഡേവറിലൂടെ എത്തുന്നതിനാണ് എന്ത് വിളിക്കുക, റിസർച്ച് എന്ന് വിളിക്കുക. ഓക്കെ, സോ ഐഡന്റിഫൈങ് എ പർട്ടിക്കുലർ പ്രോബ്ലം ഇൻ എ കമ്പനി, ഇൻഡസ്ട്രി ഓർ സൊസൈറ്റി. നമുക്ക് വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഒരു കമ്പനി നേരിടുന്ന ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി നേരിടുന്ന ഒരു പ്രോബ്ലം, ഓക്കെ, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി നേരിടുന്ന ഒരു പ്രോബ്ലം, ആ പ്രോബ്ലത്തിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു കമ്പനി നേരിടുന്ന ഒരു പ്രോബ്ലം എന്തായിരിക്കാം? ചിലപ്പോൾ ആ കമ്പനിയുടെ പ്രോഫിറ്റിലേക്ക് എത്താത്തതായിരിക്കാം. അങ്ങനെ കമ്പനി നേരിടുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു എൻറ്റയർ ഇൻഡസ്ട്രി തന്നെ ചില പ്രോബ്ലംസ് ചിലപ്പോൾ നേരിട്ടേക്കാം, അല്ലെ? ചിലപ്പോൾ ഒരു സൊസൈറ്റി ആയിരിക്കാം ചിലപ്പോൾ നേരിടുന്നത്. ഫോർ എക്സാമ്പിൾ കോവിഡ് അതുപോലുള്ള മഹാമാരികളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു സൊസൈറ്റി ഒരു പ്രോബ്ലം നേരിടുന്നു. സോ ഗിവിംഗ് സൊല്യൂഷൻ ടു ദാറ്റ് പ്രോബ്ലം, ആ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കൊടുക്കുക എന്ന് പറയുന്നതാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഗിവിംഗ് സൊല്യൂഷൻ ടു ദാറ്റ് പ്രോബ്ലം. ഓക്കെ ഓക്കെ, ദെൻ റിസർച്ച് മീൻസ്, ഓക്കെ, അപ്പൊ റിസർച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സെർച്ച് ഫോർ ദ ട്രൂത്ത് എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് സെർച്ച് ഫോർ ട്രൂത്ത് എന്നുള്ളതിലേക്ക് വരാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി, അത് ആ പേരിടുന്നതിന് മുമ്പേ തന്നെ ചൈന എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഒരു ചെറിയ രോഗവും അങ്ങനെയുള്ള ചില സിംറ്റംസും കാണിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, സോ ഈ പറയുന്ന സിംറ്റംസ് എന്ന് പറയുന്ന, അതായത് ആ രോഗിക്ക് ഉണ്ടാവുന്ന കുറെ അധികം സിംറ്റംസ് എന്തുകൊണ്ടാണ് സംഭവിച്ചത്, എന്താണ് അതിന്റെ കാരണം, ഇത് എന്ത് രോഗമാണ് എന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല, കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാരണം മുൻകാലഘട്ടങ്ങളിലുള്ള രോഗങ്ങൾ, ഈ ഡോക്ടർമാർ കണ്ടുവരുന്ന രോഗങ്ങളൊന്നും അല്ല ഈ പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ വരുന്ന രോഗം. കാരണം അത് ഭയങ്കരമായിട്ട് പാൻഡമിക് ആയിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ രോഗത്തിന്റെ എന്താണ് ഈ രോഗം എന്നുള്ളത് നിർണ്ണയിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് എന്തായിരുന്നു, ഒരു ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. സോ ഈ സമയത്ത് അവരെന്താ ചെയ്തത്, ഈ ഒരു ഈ എന്താണ് ഈ പറഞ്ഞ രോഗം എന്നുള്ളതാണ് അവർക്കറിയേണ്ടത്. എന്താണ് ഈ രോഗം എന്നുള്ളതാണ് അവർക്കറിയേണ്ടത്. സോ ആ രോഗത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു, മുൻ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പാൻഡമിക് സിറ്റുവേഷൻസ്, അതായത് വസൂരി പോലുള്ള പല രോഗങ്ങളുണ്ട്, എന്താണ് ആ രോഗവും ഈ രോഗം തമ്മിൽ വല്ല സിംറ്റംസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കുറെ അധികം ലിറ്ററേച്ചറുകൾ അവർ വായിച്ചു നോക്കി. ഓക്കെ, അപ്പൊ ആ ലിറ്ററേച്ചറിന്റെ അടിസ്ഥാനത്തിൽ അവർ മനസ്സിലായി മുൻകാലഘട്ടങ്ങളിലുള്ള രോഗം എന്നുള്ളത് ഇത് പുതുതായിട്ടുണ്ടായിരുന്ന ഒരു രോഗമാണ് എന്നുള്ളത് അവർ എന്ത് ചെയ്തു, അവർ ആ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറിൽ സർവേയിലൂടെ തന്നെ അവർ എന്ത് ചെയ്തു, അവരൊരു കൺക്ലൂഷനിലേക്ക് എത്തി. പക്ഷെ അപ്പോഴും ഈ രോഗം എന്താണെന്നുള്ളത് അവർക്ക് നിർണ്ണയിക്കാൻ സാധിച്ചില്ല. ഓക്കെ, സോ ആ നിർണ്ണയിക്കുക, അതായത് അവരെ സംബന്ധിച്ച്, ആ റിസർച്ചറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡോക്ടറെ സംബന്ധിച്ചുള്ള പ്രോബ്ലം എന്താണ്, ആളുകൾക്ക് രോഗം വന്നു മരണപ്പെടുന്നു എന്നുള്ളതല്ല അവരുടെ എക്സാക്ട് പ്രോബ്ലം. എന്താണ് ഈ പറഞ്ഞ രോഗം, എന്താണ് അതിനുള്ള ഒരു മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്. റിസർച്ച് പ്രോബ്ലം എന്ന് വെച്ചാൽ അതാണ്. അല്ലാതെ ഒരു സൊസൈറ്റി നേരിടുന്ന ആ ഒരു പ്രോബ്ലം, ആളുകൾ മരണപ്പെടുന്നു എന്നുള്ളതല്ല പ്രോബ്ലം. ഇവരെ സംബന്ധിച്ചുള്ള പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അക്കാഡമീഷ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ സംബന്ധിച്ചുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ആ രോഗം എന്താണെന്ന് നിർണ്ണയിക്കുക, ആ രോഗത്തിനുള്ള മരുന്നുകൾ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറിന് സമാനമായിട്ടുള്ള വല്ലതും ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് റിസർച്ച് എന്ന് പറയുന്നത്. സോ റിസർച്ച് മീൻ സെർച്ച് ഫോർ ദ ട്രൂത്ത്, എന്താണ് സത്യം എന്നുള്ളത് എന്ത് ചെയ്യുക, കണ്ടെത്തുക. ദാറ്റ് ഈസ് കോൾഡ് റിസർച്ച്. ഓക്കെ, ഇനി നമ്മൾ വരാണെങ്കിൽ
ഒരു അക്കാഡമിഷ്യനെ സംബന്ധിച്ച് എന്താണ് റിസർച്ച്? വൈ റിസർച്ച് ഇൻ ടീച്ചിങ്? ടീച്ചേഴ്സ് ഹാവ് ബീൻ ആൻഡ് കണ്ടിന്യൂ ടു ബി എക്സ്പേർട്ട് റിസർച്ചേഴ്സ്. ടീച്ചർമാർ എപ്പോഴും എന്തായിരിക്കണം? എക്സ്പേർട്ട് റിസർച്ചേഴ്സ് ആയിരിക്കണം. എപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആളുകളാണ് ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇൻസ്പയർസ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ഈ റിസർച്ച് മുഖാന്തരം ഈ സ്റ്റുഡൻസിലും അതുപോലെ തന്നെ ടീച്ചേഴ്സിലും എന്തുണ്ടാവുന്നു? പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവും. നമ്മളെല്ലാവരും സാധാരണ ഒരു ടെക്സ്റ്റ് ബുക്ക് നോളജ് അല്ലെങ്കിൽ ഒരു ഗൈഡ് വായിച്ച് ആണ് പഠിക്കുന്നതും അതുപോലെ തന്നെ പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഒരു ടീച്ചർ ചെയ്യേണ്ടത്. ടീച്ചേഴ്സ് എന്താ ചെയ്യേണ്ടത്? പുതിയതായിട്ടുള്ള റിസർച്ചേഴ്സ് വായിച്ചു നോക്കുക, അതല്ലെങ്കിൽ സ്വന്തമായിട്ട് റിസർച്ച് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്തിട്ട് റിസർച്ച് ചെയ്തിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ കുട്ടികളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. സോ അവിടെയാണ് ടീച്ചിങ്ങിൽ റിസർച്ചിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ടീച്ചേഴ്സ് ബ്രിങ് ദർ എക്സ്പെർട്ടൈസ് ടു ദർ ക്ലാസ് റൂം ആൻഡ് ബൈ ആക്റ്റീവ്ലി ഷെയറിംഗ് ദ നോളജ് ആൻഡ് ദേ ഹാവ് ഗെയിൻഡ് ത്രൂ റിസർച്ച്. റിസർച്ചിലൂടെ ഗെയിൻ ചെയ്യുന്ന പുതിയ പുതിയ കാര്യങ്ങൾ കുട്ടികളിലേക്ക് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. അവിടെയാണ് ടീച്ചിങ്ങിൽ റിസർച്ചിന്റെ പ്രാധാന്യം എന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഈ UGC നെറ്റ് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ആസ് ആൻ അക്കാഡമീഷ്യൻ ഒരു അധ്യാപകനായിട്ട് നമ്മൾ ജോലിക്ക് പ്രവേശിക്കണമെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് PhD വേണ്ട എങ്കിലും നെറ്റ് ക്വാളിഫൈഡ് മതിയെങ്കിലും വിദൂരമല്ലാത്തൊരു ഭാവിയിൽ ചിലപ്പോൾ എന്ത് സംഭവിച്ചേക്കും? UGC നെറ്റിനോടൊപ്പം തന്നെ PhD കൂടി നമ്മൾക്ക് നിർബന്ധമാക്കപ്പെട്ടേക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പൊ UGC എന്ത് ചെയ്തത്? നെറ്റ് എന്ന് പറയുന്ന സംഭവം നെറ്റ് വിത്ത് JRF ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? നെറ്റ് ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? നെറ്റ് ഫോർ PhD എന്ന് പറയുന്ന റിസർച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള നെറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? PhD എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഈ നെറ്റിനെ അവർ ഒരു തേർഡ് കാറ്റഗറി ആയിട്ട് അവിടെ കാണുന്നത്. സോ ടീച്ചിങ്ങിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണത് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വാട്ട് എ ടീച്ചർ റിസർച്ചസ്. എന്താണ് ഒരു ടീച്ചർ റിസർച്ച് ചെയ്യുന്നത്? ഒരു സിമ്പിൾ ടോപ്പിക്കിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. അതായത് നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ എല്ലാവരും തന്നെ നമ്മളുടെ കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മളുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ നട്ടെല്ലാണ് ബിസിനസ് എന്ന് പറയുന്നത്. നമ്മളുടെ ഇവിടെ ബിസിനസ് വളർന്നാലാണ് നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ടിവിറ്റി കൂടുകയും നമ്മളുടെ എക്കണോമിക് കണ്ടീഷൻ നല്ല രീതിയിൽ സ്മൂത്ത് ആയി പോവുകയും ചെയ്യുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോ നമ്മളുടെ ഇവിടെയുള്ള ബിസിനസ് എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഫാമിലി ബിസിനസ് ഉണ്ടാവും. സത്യത്തിൽ ലിറ്ററേച്ചർ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഫാമിലി ആയിട്ട് നടത്തുന്ന ബിസിനസ് അത് വല്ലാത്തൊരു റോള് വഹിക്കുന്നുണ്ട്. നമ്മുടെ GDPക്ക് വേണ്ടിയിട്ട്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഫാമിലി ബിസിനസ്സുകൾ നല്ല ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കി, ഈ ഫാമിലി ബിസിനസ് നടത്തുന്ന കുട്ടികളുടെ മക്കൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി പോയി കഴിയുമ്പോൾ ആ അച്ഛനമ്മമാര് നടത്തുന്ന ഫാമിലി ബിസിനസ് ഏറ്റെടുത്ത് നടത്താതെ അവര് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ ഒരു സക്സഷൻ പ്രോസസ്സ് അവിടെ എന്ത് ചെയ്യുന്നു? ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു. അത് ആ ബിസിനസ് അവിടെ ഇല്ലാതാവുന്നു. സോ ഇത് രാജ്യത്തിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സോ ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ്, ഈ സ്കോപ്പിലാണ് ഈ ഒരു ടോപ്പിക് റിസർച്ചിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. ഇന്റൻഷൻ ഓഫ് സ്റ്റുഡൻസ് ടു ടേക്ക് ഓവർ ദർ ഫാമിലി ബിസിനസ് ആഫ്റ്റർ ദർ ഗ്രാജുവേഷൻ. പഠന കാലഘട്ടത്തിന് ശേഷം അവർക്ക് അവരുടെ അച്ഛനമ്മമാരുടെ ഫാമിലി ബിസിനസ് ടേക്ക് ഓവർ ചെയ്യാനുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടോ എന്ന് എനിക്ക് എന്ത് ചെയ്യണം? അറിയണം. ഓക്കെ, അപ്പൊ ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്നത് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് പഠിപ്പിക്കുന്നതെങ്കിൽ ആ ഓണ്ടർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക് എന്റെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു റിസർച്ച് ടോപ്പിക് ആണത് ഇത്. ഓക്കെ, അപ്പൊ ഞാൻ കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? പഠിപ്പിക്കേണ്ടത്. ഓക്കെ, സോ ദെൻ ഈ ടോപ്പിക് എനിക്കറിയണം. നമ്മുടെ കേരളത്തിലുള്ള കുട്ടികൾക്ക്, ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക്, അച്ഛനമ്മമാര് ഫാമിലി ബിസിനസ് നടത്തുന്ന കുട്ടികൾക്ക്, ഈ കുട്ടികൾക്ക് പഠന കാലഘട്ടത്തിന് ശേഷം അച്ഛന്റെ അമ്മയുടെ ഫാമിലി ബിസിനസ് ടേക്ക് ഓവർ ചെയ്യാനുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് പഠിക്കാം. ഓക്കെ, ദെൻ ഇന്റൻഷൻ. അപ്പൊ ഞാൻ പഠിക്കാൻ പോകുന്നതാണ് ഇന്റൻഷൻ ആണ്. സാറ്റിസ്ഫാക്ഷൻ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാം എല്ലാവരും ഒന്ന്. എന്താണ് അല്ല. ഇന്റൻഷൻ എന്ന് വെച്ചാൽ എന്താണ് ഇന്റൻഷൻ? വാട്ട് ഈസ് ഇന്റൻഷൻ? ഇന്റൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വില്ലിങ്നെസ് ആണ് അല്ലെ. നിങ്ങൾക്ക് UGC നെറ്റ് ക്വാളിഫൈഡ് ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവാം. ആ ആഗ്രഹം കുറെ നാളായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളായിരിക്കാം. പക്ഷെ ഇപ്പോഴാണ് നിങ്ങൾക്ക് എന്തുണ്ടായത്? ആ UGC നെറ്റ് ക്വാളിഫൈഡ് ആവണം എന്നുള്ള ഇന്റൻഷൻ ഉണ്ടായത്. ശരിയല്ലേ? ഇത്ര നാളില്ലാത്തൊരു സാധനമാണ് ഇപ്പോൾ ഉള്ളത്, ഇന്റൻഷൻ. ക്ലിയർ ആയോ? അപ്പോ എന്താണ് ഇന്റൻഷൻ എന്നുള്ളത് ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്,
അപ്പൊ ഇന്റൻഷൻ ആണ് ഞാൻ പഠിക്കാൻ പോകുന്നത്, സ്റ്റുഡൻസിന്റെ ഇന്റൻഷൻ ആണ് ഞാൻ പഠിക്കാൻ പോകുന്നത് ഫാമിലി ബിസിനസിന്റെ കോണ്ടെക്സ്റ്റിൽ. അങ്ങനെ വരുമ്പോ ഈ TPB എന്ന് പറയുന്ന ഇത് ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും പഠിക്കേണ്ട കാര്യമല്ല. ഇത് എങ്ങനെയാണ് ചെയ്തു പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇത് പറയുന്നത്. TPB, തിയറി ഓഫ് പ്ലാൻഡ് ബിഹേവിയർ എന്ന് പറയുന്ന അഡ്സൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചൊരു തിയറി ഉണ്ട്. അദ്ദേഹം ആ തിയറിയിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഇന്റൻഷൻ ഉണ്ടാവുന്നത്, വില്ലിങ്നെസ് ഉണ്ടാവുന്നത് ഒരാൾക്ക്, ദാറ്റ് ഈസ് ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യന് ഇന്റൻഷൻ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അയാൾക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന തിയറി. ഓക്കെ, ശരിയല്ലേ? നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടല്ലേ ഇന്റൻഷൻ ഉണ്ടായത്. റൈറ്റ്? ശരിയല്ലേ? യെസ്. ഒരാൾക്ക് ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അത് മേടിക്കാനുള്ള വില്ലിങ്നെസ് ഉണ്ടാവും. ശരിയല്ലേ? അതെ. സോ ദാറ്റ് ഈസ് ആറ്റിറ്റ്യൂഡ് വിച്ച് ലീഡ്സ് ടു ഇന്റൻഷൻ എന്നുള്ളതാണ് തിയറി ഓഫ് പ്ലാൻഡ് ബിഹേവിയറിൽ. അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിവേ ഈ രണ്ട് കാര്യം പറയുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഈ ഫാമിലി ബിസിനസ് എന്നെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിന് ഇന്റൻഷൻ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു എക്സിസ്റ്റിംഗ് തിയറിയിൽ പറയുന്നു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഇന്റൻഷൻ ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ഫാമിലി ബിസിനസ് നടത്തുന്ന മക്കളുടെ അടുത്ത് ചെന്നിട്ട് മക്കളെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ, ഇന്റൻഷൻ ഉണ്ടോ എന്ന് എനിക്ക് ചോദിക്കാം. ദാറ്റ് ഈസ് ഞാനൊരു തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ റിസർച്ചിന് എന്ത് ചെയ്യണം, മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഏതൊരു റിസർച്ചിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തുണ്ടാവണം? ഒരു അണ്ടർലൈങ് തിയറി ഉണ്ടാവണം. മനസ്സിലായോ? അല്ലാതെ വെറുതെ ചെയ്തു പോകാൻ പറ്റില്ല. കാരണം ഈ ഇന്റൻഷന് ഒരു ഡെഫിനിഷൻ വേണം. ഈ ഡെഫിനിഷൻ ആരാ കൊടുത്തിരിക്കുന്നത്? ഈ തിയറി ഓഫ് പ്ലാൻഡ് ബിഹേവിയറിൽ അജിസം കൊടുത്തിരിക്കുന്ന ആ ഡെഫിനിഷന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ഫാമിലി ബിസിനസ്സിൽ അതിന്റെ ടു ടേക്ക് ഓവർ ദ സ്റ്റുഡൻസ്, ആ ഫാമിലി ബിസിനസ് സ്റ്റുഡൻസിന് ടേക്ക് ഓവർ ചെയ്യാനുള്ള ഇന്റൻഷൻ ഉണ്ടോ നോക്കുന്നത് ഈ തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരാളെ ഒരു വഞ്ചി തുഴഞ്ഞു പോവാണ്. ഈ വഞ്ചി തുഴയുന്നത് പുറകോട്ട് തുഴയുമ്പോൾ മുന്നോട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണം. ശരിയല്ലേ? അതായത് ഒരു ഫോഴ്സ് പുറകിലേക്ക് കൊടുക്കുമ്പോൾ വഞ്ചി മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാന്ന് നിങ്ങൾക്ക് അറിയാം. സോ അതുമായി ബന്ധപ്പെട്ട ആ ഫോഴ്സും മൂവ്മെന്റും തമ്മിലുള്ളതുമായി ബന്ധപ്പെട്ട ഒരു തിയറിയിലേക്ക് നമ്മൾ പോകുമ്പോൾ എവിടെ ചെന്നെത്തും? ന്യൂട്ടന്റെ തേർഡ് ലോയിലേക്ക് എത്തും. റിയാക്ഷൻ ആസ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ള തിയറിയിലേക്ക് എത്തും. സോ ആ തിയറിയുടെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വഞ്ചി പുറകോട്ട് തുഴയുമ്പോൾ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ ലോ കൊണ്ടാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. സോ ഏത് റിസർച്ചിനും നമ്മൾ എന്തിലേക്ക് കൊണ്ടുവരണം? ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുവരണം. ക്ലിയർ ആയോ? അതെന്തിനു വേണ്ടിയിട്ട്? അത് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ റിസർച്ചിനെ ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ ഒരു അണ്ടർലൈങ് തിയറി വേണം. ക്ലിയർ ആയോ? ഇതിന് മുന്നത്തെ 2023 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൂടിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, ജസ്റ്റിഫിക്കേഷൻ ഫോർ റിസർച്ച് എന്നുള്ളതാണ്. എന്തിനാണ് റിസർച്ചിന് വേണ്ടിയിട്ട് തിയറി? നമ്മുടെ റിസർച്ച് പ്രോബ്ലത്തിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിയറി എന്നത്. ഓക്കെ, സോ ആ തിയറിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്ന റിസർച്ച് മെത്തഡോളജി ഏതാണ്? ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലൂടെയാണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഈ കുട്ടികളുടെ ഇന്റൻഷൻ എനിക്കറിയണം, ആറ്റിറ്റ്യൂഡ് എനിക്കറിയണം. അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് ഇന്റൻഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണം. ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? റിഗ്രഷൻ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ എനിക്കറിയാം ഈ ആറ്റിറ്റ്യൂഡ് ഇന്റൻഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ. ഈ കുട്ടികളെ സംബന്ധിച്ച് ഈ കുട്ടികൾക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടോ, ഇന്റൻഷൻ ഉണ്ടോ, ഈ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് ആണോ ഇന്റൻഷനെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്ന് ഞാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആറ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കണം, ഇന്റൻഷനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും കുട്ടികളോട് ചോദിക്കണം. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനെയർ മെത്തേഡിലൂടെ വേണം ഞാൻ റിസർച്ച് ചെയ്യാൻ. മാത്രമല്ല എനിക്ക് എന്ത് തെളിയിക്കണം? ആറ്റിറ്റ്യൂഡ് ഇന്റൻഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ തെളിയിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ആയിട്ടുള്ള റിഗ്രഷൻ ഞാൻ ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ് ചെയ്യേണ്ടത്, ക്വാളിറ്റേറ്റീവ് അല്ല. ക്ലിയർ ആയോ? അപ്പൊ ഇത് ഓരോ ടോപ്പിക്കിന്റെ അടിസ്ഥാനത്തിലാണ്. ചിലപ്പോൾ നമ്മൾ ക്വാളിറ്റേറ്റീവ് ആയിട്ടിരിക്കും ചെയ്യാം. ഓക്കെ, ദെൻ ഡാറ്റ അനാലിസിസ്, റിഗ്രഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് ഒരു റിസർച്ച് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ റിസർച്ചിന്റെ സ്റ്റെപ്സിലേക്ക് നമ്മൾ വരണയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഫോർമുലേറ്റിംഗ് റിസർച്ച് പ്രോബ്ലം. അപ്പൊ പറഞ്ഞ എന്താ നമ്മളുടെ പ്രോബ്ലം എന്ന് ഇതിനൊന്ന് ഐഡന്റിഫൈ ചെയ്യാവോ? എന്താ നമ്മളുടെ പ്രോബ്ലം? പെട്ടെന്നൊന്ന് പറയാവോ? വാട്ട് ഈസ് അവർ റിസർച്ച് പ്രോബ്ലം? ഇപ്പൊ ഞാൻ പറഞ്ഞ കേസിൽ എന്താണ് റിസർച്ച് പ്രോബ്ലം?
സൊസൈറ്റി നേരിടുന്ന പ്രോബ്ലം എന്താ? ഈ ഫാമിലി ബിസിനസിന്റെ കോണ്ടെക്സ്റ്റിൽ സൊസൈറ്റി നേരിടുന്ന പ്രശ്നം എന്താ? എല്ലാവരും എബ്രോഡ് പോകുന്നു, നമ്മുടെ ഇവിടുത്തെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ടിവിറ്റി തകരുന്നു എന്നുള്ളതാണ് സൊസൈറ്റി നേരിടുന്ന പ്രോബ്ലം. അതിൽ നിന്ന് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താ? നമ്മളുടെ ക്വസ്റ്റ്യൻ ഏതിലാ നിൽക്കുന്നത്? ഫാമിലി ബിസിനസ് ഏറ്റെടുക്കാൻ ഫാമിലി ബിസിനസ് ഏറ്റെടുക്കാൻ സ്റ്റുഡൻസിന് ഇന്റൻഷൻ ഉണ്ടോ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് അവർ റിസർച്ച് പ്രോബ്ലം. അല്ലെ? ക്ലിയർ ആണ്. അതുപോലെ തന്നെ ഇന്റൻഷൻ ഉണ്ടോ എന്ന് നമുക്കറിയണം, ആറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നുള്ളത് അറിയാം. ഓക്കെ, ഫൈൻ. സോ എനിവേ ഇന്റൻഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിൽ കൊണ്ടുവന്ന റിസർച്ച് പ്രോബ്ലം. ഓക്കെ, ദെൻ അതുമായി ബന്ധപ്പെട്ട ലിറ്ററേച്ചറുകൾ നമ്മൾ വായിക്കുന്നത്. എവിടെന്നാ ലിറ്ററേച്ചർ വായിക്കുക? അടുത്ത സ്റ്റെപ്പാണ് റിസർച്ച് ചെയ്യുന്നതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ലിറ്ററേച്ചർ സർവേ. എവിടെന്നാ ലിറ്ററേച്ചർ വായിക്കുക? എങ്ങനെ? ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ റിസർച്ച് വർക്ക് ചെയ്ത ആളുകളുടെ റിസർച്ച് ആർട്ടിക്കിളുകൾ ഉണ്ട്. ഓക്കെ, ഈ ആർട്ടിക്കിളുകൾ എവിടെന്നാ കിട്ടണമെന്ന് അറിയാവോ? ജേണൽസിൽ നിന്നാണ് കിട്ടുക. ഓക്കെ, മനസ്സിലായോ? ജേണൽ എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന വനിതാ മാഗസിൻ പോലുള്ള ഒരു സംഭവമാണ് ജേണൽ. ആ ജേണലിൽ ഒരുപാട് നിരൂപകർ എഴുതി വെച്ചിരിക്കുന്ന ആർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ജേണൽ വനിതാ മാഗസിൻ പോലെ പറഞ്ഞത്. പക്ഷെ അക്കാഡമിക് ജേണൽസ് എന്ന് പറയുന്നത് വനിതാ മാഗസിൻ പോലുള്ള സംഭവമല്ല, അതല്ലാത്ത ടൈപ്പ് ഓഫ് ജേണൽ ആണ്. അതിൽ ഒരുപാട് ആളുകൾ റിസർച്ച് ചെയ്ത ആർട്ടിക്കിൾ ഉണ്ടാവും. സോ ഒരു ജേണലിൽ 10, 15, 20, 30, 40, 50 വ്യക്തികൾ ചെയ്ത റിസർച്ച് ആർട്ടിക്കിളുകൾ ഉണ്ടാവും. ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു 3 മുതൽ 4 അല്ലെങ്കിൽ 5, 6 അല്ലെങ്കിൽ 10 പേജുള്ള പ്രബന്ധമായിരിക്കും ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ജേണൽ എന്താണ്, ആർട്ടിക്കിൾ എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, ആ ആർട്ടിക്കിളുകൾ നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ജേണൽ വഴി ആർട്ടിക്കിൾ കിട്ടും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ജേണൽ വായിച്ചു നോക്കുക. അപ്പൊ ജേണലുകൾ വായിക്കണമെങ്കിൽ ജേണലിൽ ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ടാവും. ആ ആർട്ടിക്കിളുകളിൽ നമുക്ക് നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളുകൾ തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനാണ് ഓൺലൈൻ ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ആർട്ടിക്കിളുകൾ, ഡാറ്റാബേസുകൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് ഏതാണ്? ഗൂഗിൾ സ്കോളർ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ. പഠിച്ചു വെച്ചോ, ഗൂഗിൾ സ്കോളർ. ഗൂഗിൾ സ്കോളർ ഉണ്ട്, അതൊരു സെർച്ച് എഞ്ചിൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും? സ്കോപ്പസ് എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ഉണ്ട്, വെബ് ഓഫ് സയൻസ് എന്ന് പറയുന്ന ഡാറ്റാബേസ് ഉണ്ട്, JSTOR എന്ന് പറയുന്ന ഡാറ്റാബേസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡാറ്റാബേസുകൾ ഉണ്ട്. ഈ ഡാറ്റാബേസിൽ നിങ്ങൾ വെറുതെ ഗൂഗിൾ വഴി സെർച്ച് ചെയ്തിട്ട് ഈ സെർച്ച് എഞ്ചിനോ അല്ലെങ്കിൽ ഡാറ്റാബേസ് മുഖാന്തരം നിങ്ങൾ എന്ത് അടിച്ചു നോക്കണം? സ്റ്റുഡൻസ്, ഇന്റൻഷൻ, ഫാമിലി ബിസിനസ് എന്നുള്ള കീവേഡുകൾ ഉണ്ടല്ലോ, ആ കീവേഡുകൾ അടിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ആർട്ടിക്കിളുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഓക്കെ, ഈ ആർട്ടിക്കിളുകൾ എന്ന് പറയുന്നത് ഒരു 1500ഓളം ആർട്ടിക്കിളുകൾ ചിലപ്പോൾ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ക്ലിയർ ആയോ? ഓക്കെ, ഈ 1500 ആർട്ടിക്കിളുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനുള്ള ആൻസർ ചിലപ്പോൾ അവിടെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ള ഫാമിലി ബിസിനസ് നടത്തുന്ന കുട്ടികളുടെ മക്കൾക്ക് അവരുടെ പഠന കാലഘട്ടത്തിന് ശേഷം ഫാമിലി ബിസിനസ് ടേക്ക് ഓവർ ചെയ്യാനുള്ള ഇന്റൻഷൻ ഉണ്ടോ എന്നുള്ളത് ചിലപ്പോൾ കേരളത്തിൽ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. ആ ചോദ്യത്തിനുള്ള ഉത്തരം എവിടെ ഉണ്ടാവും? ലിറ്ററേച്ചർ റിവ്യൂയിലൂടെ തന്നെ ചിലപ്പോൾ കിട്ടിയേക്കാം. ക്ലിയർ ആയോ? നമ്മളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എവിടെ നിന്ന് കിട്ടും? ലിറ്ററേച്ചർ റിവ്യൂന്ന് ചിലപ്പോൾ കിട്ടും. ക്ലിയർ ആയോ? ഇനി ചിലപ്പോൾ നമ്മൾ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് എന്ത് കിട്ടിയില്ല. തന്നെയല്ല, ഈ 1500 എണ്ണം നമ്മൾ വായിച്ചു നോക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 1500 എണ്ണം നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിബ്ലിയോമെട്രിക് അനാലിസിസ് എന്ന് പറയുന്ന ഒരു അനാലിസിസ് ചെയ്യും. എന്താണ് പേര്? ബിബ്ലിയോമെട്രിക് അനാലിസിസ് എന്ന് പറയുന്ന ഒരു അനാലിസിസ് ചെയ്യും. അത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ബിബ്ലിയോ ഷൈനി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി ബിബ്ലിയോമെട്രിക് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് ഈ 1500 ആർട്ടിക്കിളുകളുടെ ബിബ്ലിയോമെട്രിക് ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആരാണോ ഓതർ, അദ്ദേഹം ഏത് രാജ്യത്താണ് റിസർച്ച് ചെയ്തത്, ഏത് ടോപ്പിക്കിലാണ് ചെയ്തത്, ഏത് കോണ്ടെക്സ്റ്റിലാണ് ചെയ്തത്, അങ്ങനെയുള്ള കുറച്ചധികം ബിബ്ലിയോമെട്രിക് ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇന്ത്യയിൽ എത്ര പഠനം നടത്തിയെന്നറിയാം, അമേരിക്കയിൽ എത്ര പഠനം നടത്തിയെന്നറിയാം, സ്റ്റുഡൻസിന്റെ ഇന്റൻഷൻ എന്നുള്ള ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എത്ര പഠനങ്ങൾ ലോകത്തിൽ ഇതുവരെ നടത്തി എന്നുള്ളത് അറിയാൻ പറ്റും. ഇങ്ങനെ ബിബ്ലിയോമെട്രിക് ആയിട്ടുള്ള കുറെ അധികം ഡീറ്റെയിൽസ് നമ്മൾക്ക് കിട്ടും.
ക്ലിയർ ആയോ? ക്ലിയർ ആയോ? സാർ ഈ ബിബ്ലിയോമെട്രിക് അനലൈസ് ടെസ്റ്റ് നടത്തുന്നതല്ലേ ബിബ്ലിയോ ഷൈനി? അത് നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ബിബ്ലിയോ ഷൈനി എന്ന് പറയുന്നത്. അങ്ങനെ കുറെ സോഫ്റ്റ്വെയർ ഉണ്ട്. അതിന്റെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ബിബ്ലിയോ ഷൈനി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഓക്കെ. ഈ ബിബ്ലിയോ ഷൈനി എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്ന ഒരു വലിയ സോഫ്റ്റ്വെയർ ഉണ്ട്. ആ ടീമിന്റെ ഒരു ഇതാണ് ഈ ബിബ്ലിയോ ഷൈനി എന്ന് പറയുന്നത്. ഓക്കെ. സോ ഈ ബിബ്ലിയോ ഷൈനി അല്ലെങ്കിൽ ഈ ആർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ രാജ്യത്ത് ആരൊക്കെ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ കീ വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്കറിയാം നമ്മളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എവിടെ ഉണ്ടോ എന്നുള്ളത്. ഈ റിസർച്ച് ആർട്ടിക്കിൾ ഇന്ത്യയിൽ എത്രണ്ണം ചെയ്യുന്നുള്ള അറിയാൻ പറ്റും. നമ്മളുടെ ലക്ഷ്യം എന്താ? കേരളത്തിലെ ഉത്തരമാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ വളരെ ചുരുക്കമാണ് ഇത് ചെയ്തിട്ടുള്ളൂ. കേരളത്തിലെ ഉത്തരം ചിലപ്പോൾ ഇതിലില്ല എന്നുള്ളത് അറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ലിറ്ററേച്ചർ റിവ്യൂയുടെ ആൻസറിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. നമ്മൾ ഇനി എന്ത് ചെയ്തേ പറ്റുള്ളൂ? സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് ഉത്തരം കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? ആർട്ടിക്കിൾ ഉണ്ടാക്കിയിട്ട് ഓൺലൈനായിട്ട് പബ്ലിഷ് ചെയ്തിട്ട് ആളുകൾക്ക് വായിക്കാൻ കൊടുക്കണം. ക്ലിയർ ആയോ? അതായത് ഇപ്പൊ കൃഷ്ണശ്രീ ബാബു ആണ് ഈ ടോപ്പിക്കിൽ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഓൺലൈനായിട്ട് സെർച്ച് ചെയ്തപ്പോൾ കൃഷ്ണശ്രീ ബാബുവിനെ അറിയേണ്ടത് എന്താണ്? ഇപ്പൊ കേരളത്തിലുള്ള കുട്ടികൾക്ക് ഫാമിലി ബിസിനസ് ടേക്ക് ഓവറുള്ള ഇന്റൻഷൻ ഉണ്ടോ എന്ന് അറിയണം. ലിറ്ററേച്ചർ വായിച്ചു നോക്കിയപ്പോൾ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിളും കണ്ടില്ല. സോ ദെൻ കൃഷ്ണശ്രീ ബാബു എന്താ ചെയ്യേണ്ടത്? ഈ 3-ാമത്തെ സ്റ്റെപ്പ് മുതൽ 11-ാമത്തെ സ്റ്റെപ്പ് വരെയുള്ള സ്റ്റെപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യണം? റിസർച്ച് സ്വന്തമായിട്ട് ചെയ്യുക. എന്നിട്ട് അത് ഒരു തീസിസോ റിപ്പോർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യണം? ഓൺലൈനായിട്ട് ഒരു ജേണലിലേക്ക് അയച്ചു കൊടുത്ത് പബ്ലിഷ് ചെയ്യാം. അതിനുശേഷം ദേവനന്ദ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നു? അത് വായിക്കാനായിട്ട് വരുന്നു. അപ്പൊ ദേവനന്ദക്ക് ഇതേ ചോദ്യമാണുള്ളതെങ്കിൽ ആ ചോദ്യം കൃഷ്ണശ്രീ ബാബുവിന്റെ ആർട്ടിക്കിളിലൂടെ ദേവനന്ദക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ ആയോ? ക്ലിയർ ആയി. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ ലിറ്ററേച്ചറുകൾ നമ്മൾ വായിക്കണം. അപ്പൊ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യേണ്ട പ്രോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിബ്ലിയോമെട്രിക് അനാലിസിസിലൂടെ ഇങ്ങനെ ചെയ്ത് 1500 ആർട്ടിക്കിളുകൾ അവിടെ ഉണ്ട്. ഓക്കെ. ഈ 1500 ആർട്ടിക്കിളുകൾ ചിലപ്പോൾ ചില ആർട്ടിക്കിൾ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാവും. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളൂലാത്ത ആർട്ടിക്കിൾ എന്നല്ല കേട്ടോ. നമ്മൾ പല സ്കോപ്പസ്, വെബ് ഓഫ് സയൻസ്, അങ്ങനെ പല സോഴ്സിൽ നിന്ന് എടുക്കുന്ന ആർട്ടിക്കിൾ ആയിരിക്കും. ചിലപ്പോൾ സ്കോപ്പസിൽ നിന്ന് കിട്ടുന്ന അതേ ആർട്ടിക്കിൾ തന്നെയായിരിക്കും വെബ് ഓഫ് സയൻസിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള, അതായത് രണ്ട് സ്ഥലത്തും വന്ന ആർട്ടിക്കിൾ, സെയിം ആർട്ടിക്കിൾ തന്നെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഓരോന്നിനെ ഡിലീറ്റ് ചെയ്യും. അപ്പൊ ആവശ്യമുള്ളതിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യും? ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് എടുക്കും. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 400 ആർട്ടിക്കിളുകളിലേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ചുരുങ്ങും. നമ്മുടെ ടോപ്പിക്കുമായി പക്കാ കണക്ഷൻ ഉള്ള ഒരു 400 ആർട്ടിക്കിളിലേക്ക് നമ്മൾ എത്തും. ക്ലിയർ ആയല്ലോ? ഈ 400 ആർട്ടിക്കിൾ വെച്ചിട്ടാണ് ഇനി അടുത്ത പ്രോസസ്സ്, ദാറ്റ് ഈസ് കോൾഡ് SLR, സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂ. പഠിച്ചു വെച്ചോ? സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂ. ഓക്കെ. ഈ സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂയിലൂടെ നമ്മൾ ചെയ്യുന്നത് പ്രിസ്മ എന്ന് പറയുന്ന ഫ്രെയിംവർക്കിലൂടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂ, ആ പേര് കേൾക്കുമ്പോൾ അറിയാം, സിസ്റ്റമാറ്റിക് ആയിട്ട് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂ. അത് ചെയ്യേണ്ട ഒരു പ്രോട്ടോകോളിന്റെ പേരാണെന്ത്? പ്രിസ്മ പ്രോട്ടോകോൾ എന്ന് പറയും. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഈ പ്രിസ്മ പ്രോട്ടോകോൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഈ 400 ആർട്ടിക്കിൾ നമ്മൾ വായിച്ചു നോക്കുന്നത്. അപ്പൊ ഈ 400 ആർട്ടിക്കിൾ പ്രിസ്മ പ്രോട്ടോകോൾ വെച്ച് വായിച്ചു നോക്കുമ്പോൾ നമ്മൾ അതിന്റെ അബ്സ്ട്രാക്ട് ആദ്യം വായിക്കും. അബ്സ്ട്രാക്ട്, നമ്മൾ ഈ 400 ആർട്ടിക്കിൾ അബ്സ്ട്രാക്ട് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് അബ്സ്ട്രാക്ട്? ബ്രീഫ് ആയിട്ടുള്ള, അതായത് നമ്മൾ എപ്പോഴും ഒരു 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 കഥാപുസ്തകം കണ്ടു കഴിഞ്ഞാൽ കഥാപുസ്തകത്തിന്റെ ആമുഖം ആദ്യം ഉണ്ടാവും. ആമുഖത്തിൽ എന്തൊക്കെ കണ്ടന്റ് ആണ് അതിൽ കൊള്ളിച്ചിരിക്കുന്നത് നമുക്കറിയാൻ പറ്റും. സോ ഈ പറഞ്ഞ അബ്സ്ട്രാക്ട് വായിക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് വേണ്ട കണ്ടന്റ് ആണോ അതിലുള്ളതെന്ന് നമുക്കറിയാൻ പറ്റും. അത് വേണ്ടതല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ആർട്ടിക്കിൾ നമ്മൾ വായിക്കേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് SLRന് വേണ്ടിയിട്ട് പരിഗണിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ 400 ആർട്ടിക്കിൾ പ്രിസ്മ ഫ്രെയിംവർക്കിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു 100 ആർട്ടിക്കിളുകൾ മാത്രമായിരിക്കും നമുക്ക് ആവശ്യമുള്ളത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 100 ആർട്ടിക്കിൾ മാത്രം നമ്മൾ ഫുൾ ലെങ്ത്തിൽ ഇരുന്ന് വായിച്ച് നമ്മൾ എന്ത് ചെയ്യണം? തീമായിട്ട് അതിനെ റിപ്പോർട്ട് എഴുതണം. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓരോ തീം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മാറ്റി മാറ്റി പാരഗ്രാഫ് ആയിട്ട് അതിൽ നിന്ന് കണ്ടെത്തിയ ഉത്തരങ്ങൾ എന്തൊക്കെയാണ് അതിലുള്ള ഫൈൻഡിങ്സ് എന്നുള്ളതിനെ പാരഗ്രാഫ് ഓരോ തീമായിട്ട് മാറ്റി മാറ്റി എഴുതണം. ഓക്കെ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും?
അപ്പൊ നമുക്ക് ഉത്തരം കിട്ടിയോ? നമുക്ക് ഉത്തരം കിട്ടിയോ? കേരളത്തിലുള്ള കുട്ടികൾക്ക് ഇന്റൻഷൻ ഉണ്ടോ എന്നുള്ളത് ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. ഇല്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇന്റൻഷനെ പറ്റി പഠിച്ചിട്ടുണ്ട്. പക്ഷെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഇതിനെപ്പറ്റി കാര്യമായിട്ട് പഠനം നടത്തിയിട്ടില്ല. പക്ഷെ വിദേശ രാജ്യങ്ങളിലുള്ള പഠനത്തിന്റെ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? കുട്ടികൾക്ക് ഡിഗ്രി കാലഘട്ടത്തിന് ശേഷം ഇന്റൻഷൻ ഉണ്ടാവും എന്നുള്ള ഉത്തരവുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്തുണ്ടാവുന്നു? ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും എന്നുള്ളതുണ്ട്. ആറ്റിറ്റ്യൂഡ് ഇന്റൻഷനിലേക്ക് നയിക്കും എന്നുള്ളതിനെ പറ്റി പല പഠനങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ ഇതിൽ നിന്ന് നമുക്കൊരു ഹൈപ്പോത്തിസിസിലേക്ക് ഒരു അസംഷൻ നമുക്ക് കിട്ടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദേശ രാജ്യത്തെ കുട്ടികൾക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, വിദേശ രാജ്യത്തെ കുട്ടികൾക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമ്മളുടെ അസംഷൻ എന്തായിരിക്കും? ഇന്ത്യയിലെ കേരളത്തിലെ കുട്ടികൾക്ക് എന്തുണ്ടാവാം? ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാം. അല്ലേ? ക്ലിയർ ആയോ? വിദേശ രാജ്യത്ത് ഇതേ ടോപ്പിക്കിൽ തന്നെ പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, വിദേശ രാജ്യത്തെ കുട്ടികൾക്ക് ഇതേ ടോപ്പിക്കിൽ പഠനം നടത്തിയിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഒരു ഫൈൻഡിങ്സ് കിട്ടി. ഒരു 3-4 പഠനങ്ങൾ പറയാണ് കുട്ടികൾക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് പറയാണ്. അപ്പൊ നമ്മൾ എന്തിലേക്ക് എത്താം? ആറ്റിറ്റ്യൂഡ്, ഓക്കെ, ആറ്റിറ്റ്യൂഡ് ഉണ്ട് എങ്കിൽ കേരളത്തിൽ എന്തുണ്ടാവും? ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും എന്നുള്ള അസംഷനിലേക്ക് എത്താൻ പറ്റും. സോ നമ്മൾ എന്താ ചെയ്യണത്? ലിറ്ററേച്ചർ സർവേ ചെയ്ത് റിപ്പോർട്ട് എഴുതുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? അസംഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. വർക്കിംഗ് ഹൈപ്പോത്തിസിസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ നമ്മൾ ആ അസംഷനിൽ നിന്ന് നമ്മൾ വരാണ്. പല രാജ്യങ്ങളിലും പറയാണ്, പല രാജ്യങ്ങളിലുള്ള പഠനത്തിൽ പറയാണ്, ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഇന്റൻഷൻ ഉണ്ടാവും എന്ന് പറയണം. ആറ്റിറ്റ്യൂഡ് വിൽ ലീഡ്സ് ടു ഇന്റൻഷൻ എന്ന് പറയാണ്. അപ്പൊ നമ്മൾ ഒരു അസംഷൻ നമ്മൾ എന്താ വെക്കുന്നത്? കോളേജിലുള്ള കുട്ടികൾക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അവർക്ക് ബിസിനസ് ടേക്ക് ഓവർ ചെയ്യാനുള്ള ഇന്റൻഷൻ ഉണ്ടാവും എന്നുള്ള അസംഷൻ നമ്മൾ വെക്കും. അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? ഇല്ല. ഇല്ല. ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല. അത് തെളിയിക്കണം. അത് തെളിയിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു അസംഷൻ വേണം. ആ അസംഷൻ വെറുതെ എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റില്ല. എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറിൽ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ വേണം എന്ത് ഡെവലപ്പ് ചെയ്യാൻ? വർക്കിംഗ് ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്യാൻ. ഒരിക്കലും അതിന് വിരുദ്ധമായിട്ട് ഡെവലപ്പ് ചെയ്യരുത്. ക്ലിയർ ആയല്ലോ? ആ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ഡെവലപ്പ് ചെയ്യേണ്ടത്? ആ കുട്ടികൾക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇന്റൻഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് ആറ്റിറ്റ്യൂഡ് വിൽ ലീഡ്സ് ടു ഇന്റൻഷൻ എന്നുള്ളതല്ലേ തെളിയിക്കേണ്ടത്? ശരിയല്ലേ? ഓക്കെ, അതെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഹൈപ്പോത്തിസിസ് അങ്ങനെ കുറെ ഡെവലപ്പ് ചെയ്തു കേട്ടോ. അങ്ങനെ കുറെ ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ ഇനി എന്താണ്? ആ ഹൈപ്പോത്തിസിസ് ഒക്കെ നമുക്ക് തെളിയിക്കണം. സോ ദെൻ വി മൂവ് ടു പ്രിപ്പയറിംഗ് റിസർച്ച് ഡിസൈൻ. നമ്മൾ റിസർച്ച് ഡിസൈൻ ഉണ്ടാക്കണം. എന്ത് ഡിസൈൻ നമുക്ക് ചെയ്യാം? ക്വാണ്ടിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ? ക്വാണ്ടിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ്. കാരണം ആറ്റിറ്റ്യൂഡ് ഇന്റൻഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? റിഗ്രഷൻ ചെയ്തേ പറ്റുള്ളൂ. റിഗ്രഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ചെയ്യണം. അപ്പോ ഹൈപ്പോത്തിസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏത് റിസർച്ച് ഡിസൈൻ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഹൈപ്പോത്തിസിസ് എവിടെ നിന്ന് ഉണ്ടാവുന്നത്? എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറിൽ നിന്ന്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറിൽ നിന്ന് ഹൈപ്പോത്തിസിസിലേക്ക് എത്തി. ആ ഹൈപ്പോത്തിസിസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റിസർച്ച് ഡിസൈൻ ചെയ്യാണ്. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തഡോളജി യൂസ് ചെയ്യാൻ പോവാണ്. ഇനി അടുത്തത്, അതിന് നമുക്ക് വേറെ കുറച്ച് മെത്തഡോളജി യൂസ് ചെയ്യാം. ഈ ക്വാണ്ടിറ്റേറ്റീവിൽ തന്നെ ഡെസ്ക്രിപ്റ്റീവോ അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ, അങ്ങനെ പല മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഇനി ഞാൻ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയാണ് നമ്മളിവിടെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഡിറ്റർമിനിങ് സാമ്പിൾ ഡിസൈൻ. ഈ പ്രോസസ് സ്റ്റെപ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് പോകുന്നത്. ഡിറ്റർമിനിങ് സാമ്പിൾ ഡിസൈൻ. ഇനി സാമ്പിൾ എടുക്കുക. അപ്പൊ ആരാ നമ്മളുടെ പോപ്പുലേഷൻ? ആരാ നമ്മളുടെ പോപ്പുലേഷൻ? കേരളത്തിലുള്ള കേരള. സ്റ്റുഡൻസ് ഇൻ കേരള എന്ന് വെച്ചാൽ ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികൾ. ഫൈനൽ ഇയർ പഠിക്കുന്ന എല്ലാ കുട്ടികളും നമ്മളുടെ പോപ്പുലേഷൻ ആണോ? അല്ല. അല്ല. അവരുടെ അച്ഛനോ അമ്മയോ ഫാമിലി ബിസിനസ് നടത്തുന്നവരായിരിക്കണം. ശരിയല്ലേ? അപ്പോ അച്ഛനോ അമ്മയോ ഫാമിലി ബിസിനസ് നടത്തുന്ന കുട്ടികൾ എത്ര പേരുണ്ടെന്നുള്ള എണ്ണം നമുക്ക് കേരളത്തിലുള്ളവരുടെ എണ്ണം നമുക്ക് കിട്ടുമോ? ദാറ്റ് ഈസ് നമ്മുടെ പോപ്പുലേഷൻ ഫിനിറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ? പോപ്പുലേഷൻ ഫിനിറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ? ഫിനിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണവും പേരും കിട്ടുന്നു. ഇൻഫിനിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണവും പേരും ഒന്നും കിട്ടില്ല എന്നുള്ളതാണ്. ഏതാ കണ്ടീഷൻ നമ്മളുടെ? ഏതാ കണ്ടീഷൻ? ആണോ?
നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ അത് ഇൻഫിനിറ്റ് ആണ്, ശരിയല്ലേ? അപ്പൊ ഇൻഫിനിറ്റ് ആണെങ്കിൽ നമുക്ക് ഏത് സാമ്പിളിംഗ് ടെക്നോളജി യൂസ് ചെയ്യാം? നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും. പോപ്പുലേഷൻ ഫിനിറ്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ നോക്കിയേ, നമ്മുടെ ആ ഹൈപ്പോത്തിസിന്റെ റിസർച്ച് ഡിസൈനിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചൂസ് ചെയ്യണത്? നമ്മളുടെ സാമ്പിൾ ഡിസൈനിലേക്ക് നമ്മൾ എത്തുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഓക്കെ. ഇനി അടുത്തത് സാമ്പിൾ ഡിസൈനിന്റെ കേസ്. ഇനി അടുത്തത് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഈ സാമ്പിൾ ഡിസൈനിലേക്ക് വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, നമുക്കൊരു കാര്യം പഠിക്കണം. ആൺകുട്ടികൾക്കാണോ പെൺകുട്ടികൾക്കാണോ ഇന്റൻഷൻ കൂടുതൽ കുറവ് എന്ന് നമുക്ക് ചെയ്യാനുണ്ട്. അതായത് നമ്മളൊരു ഹൈപ്പോസിസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദർ ഇസ് എ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഓൺ ഇന്റൻഷൻ എമംഗ് മെയിൽ ആൻഡ് ഫീമെയിൽ. മെയിലിനും ഫീമെയിലിനും ഫാമിലി ബിസിനസ് ടേക്ക് ഓവർ ചെയ്യാനുള്ള ഇന്റൻഷൻ ഒരുപോലെയല്ല, വ്യത്യസ്തമായിട്ടുള്ള ഇന്റൻഷൻ ആണ് എന്ന് നമ്മൾ അസംഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ആരുടെ അടുത്ത് നിന്നൊക്കെ കളക്ട് ചെയ്യണം? നമ്മളൊരു 300 സാമ്പിൾ എടുത്ത് കളക്ട് ചെയ്യണമെങ്കിൽ അതിൽ ആരൊക്കെ വേണം? മെയിലും വേണം ഫീമെയിലും വേണം, ശരിയല്ലേ? അല്ലേ? അതായത് എന്റെ ഹൈപ്പോത്തിസിസിൽ ഞാൻ അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ആരുടെ അടുത്ത് നിന്നൊക്കെ കളക്ട് ചെയ്യണം? മെയിലിനെയും പരിഗണിക്കണം, ഫീമെയിലിനെയും പരിഗണിക്കണം. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്റെ പോപ്പുലേഷൻ ഇൻഫിനിറ്റ് ആണ്, അതായത് ആളുകളുടെ എണ്ണം ഒന്നും എനിക്ക് അറിയാൻ പാടില്ല, ആരൊക്കെയാണെന്നുള്ള അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിലേക്ക് പോകുമ്പോൾ കോട്ട സാമ്പിളിംഗ് എന്ന് പറഞ്ഞ സാമ്പിളിംഗ് ഉണ്ട് നോൺ പ്രോബബിലിറ്റിയിൽ. അത് എടുക്കണം. മെയിൽ ഫീമെയിൽ എന്നുള്ള കോട്ടയാക്കി തിരിച്ചിട്ട് കുറച്ച് മെയിലിനെ കുറച്ച് ഫീമെയിലിനെ എടുക്കണം. ക്ലിയർ ആയോ? ഓക്കെ. അതല്ലെങ്കിൽ എനിക്ക് ചെയ്യാവുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എന്റെ പോപ്പുലേഷൻ ഫിനിറ്റ് ആണെന്ന് വിചാരിച്ചു, എന്ന് വെച്ചാൽ എണ്ണം കിട്ടി. എണ്ണം കിട്ടണ എങ്ങനെയാ? ഞാൻ നേരെ കേരളത്തിലുള്ള എല്ലാ കോളേജിലേക്കും നേരെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർക്ക് മെയിൽ അയച്ചു. ഞാനിങ്ങനെ റിസർച്ച് ചെയ്യുന്ന ആളാണ്, എനിക്ക് എന്ത് ചെയ്യണം? അവിടുത്തെ ഫാമിലി ബിസിനസ് നടത്തുന്ന കുട്ടികളുടെ എണ്ണവും പേരും എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ ഡാറ്റ ഉണ്ടാവും. കാരണം ഈ കുട്ടിയുടെ അച്ഛനും അമ്മക്ക് എന്താണ് ഒക്യുപ്പേഷൻ എന്നുള്ളത് അവിടെ ഉണ്ടാവും, ശരിയല്ലേ? ബിസിനസ് ആണെങ്കിൽ ബിസിനസ് ഉണ്ടാവും. അപ്പൊ ആ കുട്ടികളുടെ ലിസ്റ്റ് എനിക്ക് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും കിട്ടിയേക്കും. അപ്പൊ പോപ്പുലേഷൻ എന്തായി? ഫിനിറ്റ് ആയി, ശരിയല്ലേ? അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? അപ്പൊ എനിക്ക് ചെയ്യാവുന്ന മെത്തഡോളജിയാണ് എന്ത്? സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. അതായത് മെയിൽ ഫീമെയിൽ എന്നുള്ള സ്ട്രാറ്റ ആക്കിയിട്ട് ഇവരെനിക്ക് ലിസ്റ്റ് വരുമ്പോൾ ആൺകുട്ടികൾ ഇത്ര പെൺകുട്ടികൾ ഇത്ര എന്ന് പറഞ്ഞ ലിസ്റ്റ് വരും. സോ എനിക്ക് എന്ത് ചെയ്യാം? സ്ട്രാറ്റിഫൈഡ് ആക്കിയിട്ട് മെയിൽ ഫീമെയിൽ എന്നുള്ള സ്ട്രാറ്റ ആക്കിയിട്ട് മെയിലിൽ നിന്ന് ഒരു 150 പേരെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാം, ഫീമെയിലിൽ നിന്ന് 150 പേരെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, റാൻഡം മെത്തേഡിലൂടെ സെലക്ട് ചെയ്യാൻ പറ്റും. സോ ഇവിടെ എന്താ ചെയ്യണത്? നമ്മളുടെ ഹൈപ്പോത്തിസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാമ്പിൾ ഡിസൈൻ ചെയ്യണത്. ക്ലിയർ ആയോ? ഓക്കെ. ദെൻ കളക്ടിങ് ഡാറ്റ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? സാമ്പിളൊക്കെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ 300 പേരെടുത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നു. അപ്പൊ ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനെയർ ഒക്കെ ഡെവലപ്പ് ചെയ്ത് ക്വസ്റ്റ്യനെയർ ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം? എക്സിക്യൂഷൻ ഓഫ് ദ പ്രൊജക്ട് ഞാൻ എന്ത് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഡാറ്റ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് കയ്യിൽ വെക്കാം. ദെൻ അനാലിസിസ് ഓഫ് ഡാറ്റ 8ാമത്തെ സ്റ്റെപ്പ്. 9ാമത്തെ സ്റ്റെപ്പ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. ദെൻ വാട്ട് ഈസ് അനാലിസിസ് ആൻഡ് ഹൈപ്പോത്തിസിസ്? ഈ അനാലിസിസ് വേറെ സ്റ്റെപ്പും ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് വേറെ സ്റ്റെപ്പ്. എന്താ അതിന്റെ പ്രത്യേകത? രണ്ടും ഒന്നല്ലേ? നിങ്ങൾ കടയിൽ നിന്ന് അരി മേടിച്ചുകൊണ്ട് വരാണ്. അരി എന്തിനാ മേടിച്ചുകൊണ്ട് വരുന്നത്? ചോറുണ്ടാക്കി കഴിക്കാനല്ലേ? അല്ലേ? പക്ഷെ ഈ ചോറുണ്ടാക്കണേക്ക് മുമ്പേ തന്നെ ഈ അരി കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു മുറത്തിലേക്ക് ഇട്ടിട്ട് അതൊന്ന് നോക്കിയിട്ട് എന്തെങ്കിലും കരടോ അല്ലെങ്കിൽ പുഴുവോ എന്തെങ്കിലും സാധനമൊക്കെ ഇട്ട് നോക്കിയിട്ട് അതിനെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നല്ല സാധനത്തിന് എടുത്തല്ലേ നിങ്ങൾ കുക്ക് ചെയ്യാൻ വെക്കുള്ളൂ, അല്ലേ? അതായത് ആ റോ ഫോർമാറ്റിനെ ഒരു കുക്കിംഗ് ഫോർമാറ്റിലേക്ക് ആക്കിയിട്ടല്ലേ നിങ്ങളത് ചെയ്യുള്ളൂ, അല്ലേ? ശരിയല്ലേ? അല്ലെങ്കിൽ ഒരു ബിരിയാണി ഉണ്ടാക്കാനായിട്ട് സവാള ഇടുന്നു എന്ന് പറഞ്ഞാൽ സവാള അങ്ങനെ തന്നെ ഇടൂല്ല. സവാള എന്ത് ചെയ്യും? അതിൽ വേണ്ടാത്ത കുറെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്ത് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ടുണ്ട്, എന്നിട്ടല്ലേ ഇട്ട് വേവിക്കാം, ശരിയല്ലേ? ഈ വേവിക്കുന്ന പ്രോസസ്സാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. അത് കഴുകി വൃത്തിയാക്കുന്ന പ്രോസസ്സാണ് അനാലിസിസ് ഓഫ് ഡാറ്റ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. സോ അപ്പൊ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ, ഒരു 300 പേരെടുത്തുനിന്ന് കളക്ട് ചെയ്യേണ്ട ഡാറ്റ
ഞാൻ പറഞ്ഞുതരാം. 300 പേരുടെ അടുത്ത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു. അപ്പോ കൃഷ്ണശ്രീ ബാബു പോയിട്ട് ഒരു 10 കുട്ടികളുടെ അടുത്ത് കളക്ട് ചെയ്ത ഡാറ്റ എന്ന് പറയുന്നത്, ഈ കുട്ടി ചിലപ്പോൾ എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ കുട്ടി ഇറസ്പോൺസിബിൾ ആയിട്ട് അവിടെ എവിടെയും പിടിച്ച് ക്ലിക്ക് ചെയ്തേക്കണെങ്കിൽ ആ കുട്ടിയുടെ എൻറ്റയർ ഡാറ്റ എന്ത് ചെയ്യണം? ഡാറ്റ അനാലിസിസ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിന് പരിഗണിക്കാൻ പാടില്ല, അതിനെ എടുത്ത് കളയണം. അപ്പൊ കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം? പ്യൂരിഫൈ ചെയ്യണം. ഇതെല്ലാം ഏത് പ്രോസസ്സിലാണ് നടക്കുന്നത്? അനാലിസിസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്ന സ്റ്റേജിലാണ് നടക്കുന്നത്. ഇതാണ് ഡാറ്റ അനാലിസിസ്. ഓക്കെ, ഇവിടെ ചെയ്യുന്ന 3 ടെസ്റ്റുകൾ ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്. ദാറ്റ് ഈസ്, ഫസ്റ്റ് വൺ ഈസ് റിലയബിലിറ്റി. സെക്കൻഡ് വൺ ഈസ് വാലിഡിറ്റി. ദെൻ ലാസ്റ്റ് വൺ ഈസ് നോർമാലിറ്റി. അതായത് നമ്മൾ ചെയ്യുന്ന ഈ ഡാറ്റ അനാലിസിസ് സ്റ്റേജിൽ ചെയ്യുന്ന 3 കാര്യങ്ങളാണ് റിലയബിലിറ്റി, വാലിഡിറ്റി, നോർമാലിറ്റി. ഈ 3 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിലേക്ക് പോകുന്നത്. ക്ലിയർ ആയോ? എന്താണ് റിലയബിലിറ്റി? നമ്മൾ ഒരു കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, മോനെ നിനക്ക് ബിസിനസ് ഏറ്റെടുക്കാനുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു ഔട്ട് ഓഫ് 5 ആ കുട്ടി പറഞ്ഞു. അതായത് നമ്മൾ ഒരു ലിക്വിഡ് ടൈപ്പ് സ്കെയിലിൽ ചോദിച്ചപ്പോൾ 1 to 5 വരെ ഉണ്ട്. അതായത് 1 എന്ന് വെച്ചാൽ സ്ട്രോങ്ലി ഡിസഗ്രി, 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസഗ്രി, 3 എന്ന് വെച്ചാൽ ന്യൂട്രൽ, 4 എന്ന് വെച്ചാൽ എഗ്രി, 5 എന്ന് വെച്ചാൽ സ്ട്രോങ്ലി എഗ്രി ആണ്. അപ്പൊ ഈ കുട്ടി പറഞ്ഞു സ്ട്രോങ്ലി എഗ്രി എന്ന് പറഞ്ഞു, 5 എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, മോനെ നിനക്ക് നിന്റെ അച്ഛന്റെ ബിസിനസ് നിന്റെ പഠന കാലഘട്ടത്തിന് ശേഷം നിനക്കത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ് ഉണ്ടോന്ന് വെച്ചാൽ, ആദ്യം ഇന്റൻഷൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്ത്, രണ്ടാമത്തേല് നമ്മൾ ഇന്റൻഷൻ വില്ലിങ്നെസ് എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞ എന്താണ്? 1 എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആദ്യം പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടല്ലേ ആ 2 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആ കുട്ടി ആൻസർ ചെയ്തു. ശരിയല്ലേ? അല്ലേ? അതെ. സോ ആ കുട്ടി എന്തല്ല? റിലയബിൾ അല്ല. മനസ്സിലായ? കൺസിസ്റ്റൻസി ഇല്ല, ഒരു കാര്യത്തിനോട് ഉറച്ചു നിൽക്കുന്നില്ല. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലയബിലിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആരെങ്കിലും റിലയബിൾ അല്ലാത്തതുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാം. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ റിലയബിലിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റിന്റെ പേരാണ് ക്രോൺബാച്ച് ആൽഫ. പഠിച്ചു വെച്ചു കേട്ടോ. അപ്പൊ റിലയബിലിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് ക്രോൺബാച്ച് ആൽഫ. ആ ക്രോൺബാച്ച് ആൽഫയുടെ വാല്യൂ 0.70യുടെ മേളിലാവണം, ഗ്രേറ്റർ ദാൻ 0.70യുടെ മേളിലാവണം. എന്നാലാണ് ഡാറ്റ റിലയബിൾ ആണ് എന്ന് പറയുന്നത്. 0.70 എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്, 70% മുകളിൽ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ 70% മുകളിൽ റിലയബിൾ ആവണം. ക്ലിയർ ആയോ? മിനിമം. ഓക്കെ. അഥവാ ആ പറയുന്ന വ്യക്തി കൺസിസ്റ്റൻസി വേണം, പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. ദാറ്റ് ഈസ് കോൾഡ് കൺസിസ്റ്റൻസി. റിലയബിലിറ്റി മീൻസ് കൺസിസ്റ്റൻസി. ക്ലിയർ ആയല്ലോ? അപ്പൊ കൺസിസ്റ്റന്റ് അല്ലാത്തവരുടെ ഡാറ്റ എടുത്ത് എന്ത് ചെയ്യരുത്? ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിലേക്ക് എടുക്കരുത്. ക്ലിയർ ആയോ? ഓക്കെ. അടുത്തതാണ് വാലിഡിറ്റി. വാലിഡിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ച ചോദ്യം ചിലപ്പോ ഈ പറഞ്ഞ നമ്മുടെ റെസ്പോണ്ടന്റ് മനസ്സിലാവിട്ടുണ്ടാവില്ല. അത് എന്തിന്റെ കുഴപ്പം കൊണ്ടായിരിക്കാം? അത് റെസ്പോണ്ടന്റിന്റെ പ്രശ്നം കൊണ്ടല്ല, നമ്മളുടെ ക്വസ്റ്റിന്റെ അപാകത കൊണ്ട് ചിലപ്പോ അവർക്ക് മനസ്സിലാവാത്തതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തല്ല? വാലിഡ് അല്ല. അതായത് ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ വാലിഡ് അല്ലാത്ത സിറ്റുവേഷൻ വരും. അപ്പൊ ഡാറ്റ കളക്ട് ചെയ്ത് കഴിയുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ നമ്മുടെ ക്വസ്റ്റിന് വാലിഡിറ്റി ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത്. ക്ലിയർ ആയല്ലോ? ഈ വാലിഡിറ്റി എന്ന് പറയുന്ന സംഭവം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഫാക്ടർ അനാലിസിസ്. കേട്ടിട്ടുണ്ടോ ഇത്? ഫാക്ടർ അനാലിസിസ്. ഓക്കെ. ഫാക്ടർ അനാലിസിസ് എന്ന് പറഞ്ഞ അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ വാലിഡിറ്റി നോക്കും. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വാലിഡിറ്റി ഉണ്ട്. നമ്മൾ ഈ 6ാമത്തെ സ്റ്റേജിൽ ഡാറ്റ കളക്ഷന്റെ സ്റ്റേജിൽ നമ്മൾ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുന്ന സ്റ്റേജാണ്. ആ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുമ്പോൾ വാലിഡിറ്റി നോക്കും. അപ്പൊ നോക്കുന്ന 2 വാലിഡിറ്റി ആണ്, ഫേസ് വാലിഡിറ്റി ആൻഡ് കണ്ടന്റ് വാലിഡിറ്റി. ഇത് കേട്ടിട്ടുണ്ടോ? ഫേസ് വാലിഡിറ്റി ആൻഡ് കണ്ടന്റ് വാലിഡിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ക്വസ്റ്റ്യനെയർ ആ സ്റ്റേജിലാണല്ലോ ഉണ്ടാക്കുന്നത്, 6ാമത്തെ സ്റ്റേജിൽ. ഈ സ്റ്റേജിൽ വെച്ച് ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ റിസർച്ച് ഗൈഡിന്റെ അടുത്തോ എക്സ്പെർട്ടിന്റെ അടുത്തോ ചോദിക്കും, സാർ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഇന്റൻഷനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ചോദ്യങ്ങളെല്ലാം, അതായത് ഞാൻ ഉണ്ടാക്കിയ ഈ ചോദ്യങ്ങളെല്ലാം
ഇന്റൻഷനെ മെഷർ ചെയ്യാൻ പറ്റിയതാണോ എന്ന് നമ്മൾ ചോദിക്കുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നു, മകനെ ഈ 5 ചോദ്യവും ഇന്റൻഷനെ മെഷർ ചെയ്യാൻ പറ്റിയതാണെന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫേസ് വാലിഡിറ്റി. ക്ലിയർ ആയോ? ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു എക്സ്പേർട്ടിന്റെ അടുത്ത് കൊടുത്തിട്ട് നമ്മൾ ചോദിക്കും, സാർ ഞാൻ ഇന്റൻഷനെയാണ് മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ 5 ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത് ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, അങ്ങനെ ഈ ഇന്റൻഷനെ മെഷർ ചെയ്യാൻ ഈ ഒരു ആസ്പെക്റ്റിൽ ഈ ഒരു 5 ക്വസ്റ്റ്യൻ മാത്രം പോരാ, വേറെ ഒരു ആസ്പെക്റ്റിൽ ഒരു 3 ക്വസ്റ്റ്യൻ കൂടി വേണം, ഇന്നത് വേണം. അതായത് ഒരു കാര്യത്തെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ കോണ്ടെക്സ്റ്റിലൂടെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നുള്ളതാണ് എന്ത്, കണ്ടന്റ് വാലിഡിറ്റി. മനസ്സിലായോ? എന്തൊക്കെ കണ്ടന്റുകൾ ഉൾക്കൊള്ളിക്കണം എന്നുള്ള ഒരു വാലിഡിറ്റിയാണ് കണ്ടന്റ് വാലിഡിറ്റി. ക്ലിയർ ആയോ? കണ്ടന്റ് വാലിഡിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ PPT വരുന്നുണ്ട്, അതിപ്പോ ചോദിച്ച കാരണം കൊണ്ട് പറഞ്ഞുതരാം. ഫേസ് വാലിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ നമ്മള് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഒരാളുടെ ഭക്ഷണ രീതിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യണം, അറിയണം. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഭക്ഷണ രീതിനെ പറ്റി അറിയുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഭക്ഷണങ്ങളാണ് നിങ്ങൾ കഴിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യനറിൽ ചോദിക്കും. ഓക്കെ. അപ്പോ ടൈപ്പ് ഓഫ് ഫുഡ് നിങ്ങൾ കഴിക്കുന്നു എന്നുള്ള സംഭവങ്ങൾ, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫുഡുകളാണ് നിങ്ങൾ ഇൻടേക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി, അവരുടെ ഡയറ്ററി ഹാബിറ്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയി. ദാറ്റ് ഈസ് ഫേസ് വാലിഡിറ്റി നോക്കാൻ വേണ്ടിയിട്ടുള്ള ആളെ നോക്കുമ്പോൾ എന്താ നോക്കണത്, ഓക്കെ എന്തൊക്കെ ഫുഡുകളാണ് കഴിച്ചത് എന്നുള്ളതിനെ പറ്റി എന്ത് ചെയ്യണം, ചോദിച്ചേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് അതുണ്ട്. മനസ്സിലായോ? പക്ഷേ നമ്മൾ വേറെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തിൽ വേറൊരു എക്സ്പേർട്ടിന്റെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ഡയറ്ററി ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന വേറൊരു ഒരു വ്യക്തിയുടെ അടുത്ത്, ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയും, നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ചോദിക്കേണ്ട കാര്യം ഇതാണ് എന്ന് ചോദിച്ചാൽ ഫേസ് വാലിഡിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് എന്തൊക്കെ ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കുന്നത്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫുഡുകളാണ് കഴിക്കുന്നുള്ള ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്യണം, ശരിയാണ്. പക്ഷേ പല ആളുകളും പല രീതിയിലാണ് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പല സമയത്ത്. സോ അത് കാരണം ഒരു സമയത്തെ ഭക്ഷണം മാത്രം ചോദിച്ചാൽ പോരാ, രാവിലത്തെയും വൈകിട്ടത്തെയും ഉച്ചക്കത്തെയും രാത്രിയിലത്തെയും ഭക്ഷണം ചോദിക്കണം. അത് ഒരു ദിവസത്തെ ചോദിച്ചാൽ പോരാ, ഒരാഴ്ചയിൽ അദ്ദേഹം ഫോളോ ചെയ്യുന്ന ഡയറ്ററി സംഭവങ്ങൾ ചോദിക്കണം. സോ ഇത്രയും കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം, എന്നാലാണ് ഒരാളുടെ ഡയറ്ററി ഹാബിറ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതാണ് കണ്ടന്റ് വാലിഡിറ്റി. എന്തൊക്കെ കണ്ടന്റുകൾ അതിലെല്ലാം ഉൾക്കൊള്ളണം, എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ എന്ന് നോക്കുന്നതാണ് കണ്ടന്റ് വാലിഡിറ്റി. ഓൾ കണ്ടന്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഈ ഫേസ് വാലിഡിറ്റിയിൽ നമ്മൾ ചോദിച്ച ചോദ്യം ആ കാര്യത്തെ തന്നെ മെഷർ ചെയ്യാൻ പറ്റിയതാണോ, ആ കാര്യത്തിന് മെഷർ ചെയ്യാൻ പറ്റിയതല്ല. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഡയറ്ററി ഹാബിറ്റിന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്ത് ഭക്ഷണമാണ് നിങ്ങൾ ഇൻടേക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഓക്കെ, ഡയറ്ററി ഹാബിറ്റിന് വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഏത് വാഹനത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടെങ്കിൽ ആ ചോദ്യം ഡയറ്ററി ഹാബിറ്റിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണോ? അല്ലല്ലോ. അല്ല. അപ്പൊ അതാണ് ഫേസ് വാലിഡിറ്റിയിൽ നമ്മൾ നോക്കുന്നത്, ഇത് ഇന്നതിനെ മെഷർ ചെയ്യാൻ പറ്റിയതാണോ എന്ന് നോക്കുന്നതാണ് ഫേസ് വാലിഡിറ്റി. വേണ്ടാത്ത ചോദ്യത്തിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഫേസ് വാലിഡിറ്റിയിൽ നോക്കുന്നത്. ക്ലിയർ ആയോ? കണ്ടന്റ് വാലിഡിറ്റിയിൽ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ അതിന് അഡീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടന്റ് വാലിഡിറ്റി നോക്കുന്നത്. സോ ഇത് രണ്ടും എപ്പോഴാണ്, ക്വസ്റ്റ്യനറിന്റെ സ്റ്റേജിലാണ്. ദാറ്റ് ഈസ് നോട്ട് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ്. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് അല്ല, മനസ്സിലാക്കിയിരിക്കുക. എന്നാൽ അനാലിസിസ് ഓഫ് ഡാറ്റയിൽ വാലിഡിറ്റി ചെയ്യുമ്പോൾ 2 വാലിഡിറ്റി നോക്കും. ദാറ്റ് ഈസ് കോൾഡ് കൺവേർജന്റ് വാലിഡിറ്റി ആൻഡ് ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി. കൺവേർജന്റ് വാലിഡിറ്റി എന്ന് പറയുന്ന ഒരു വാലിഡിറ്റി ഉണ്ട്, ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞ വാലിഡിറ്റി ഉണ്ട്. ഈ വാലിഡിറ്റിനെ രണ്ടിനെയും കൂടി ചേർത്ത് വിളിക്കുന്ന വാലിഡിറ്റിയുടെ പേരാണ് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി. ഓക്കെ, ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി, കൺവേർജന്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞ 2 വാലിഡിറ്റി ടെസ്റ്റുകൾ നമ്മൾ നടത്തണം. ഈ 2 ടെസ്റ്റുകളുടെ ഈ 2 വാലിഡിറ്റിയും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്, കൺസ്ട്രക്റ്റ് വാലിഡിറ്റി. ക്ലിയർ ആയോ? അപ്പൊ കൺസ്ട്രക്റ്റ് വാലിഡിറ്റി നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത്, ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത്. ആ ഡാറ്റ കളക്ട് ചെയ്ത ആ ഡാറ്റ സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ വാലിഡിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്ന ഒരു അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, അതിനു വേണ്ടി ചെയ്യുന്ന അനാലിസിസിന്റെ ഈ ഫാക്ടർ അനാലിസിസ് വരുന്ന 2 അനാലിസിസ് ആണ്. EFA ദാറ്റ് ഈസ് എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ് ഉണ്ട്, CFA കൺഫർമേറ്ററി ഫാക്ടർ അനാലിസിസ് ഉണ്ട്. ഈ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മളുടെ
കളക്ട് ചെയ്ത ഡാറ്റ വാലിഡ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ദാറ്റ് ഇസ് ഈ പറഞ്ഞ കൺസ്ട്രക്ട് വാലിഡിറ്റി അഥവാ ഡിസ്ക്രിമിനന്റ് ആൻഡ് കൺവേർജൻ വാലിഡിറ്റി നമുക്ക് അളന്നെടുക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഓക്കെ. EFAയുടെയും CFAയുടെയും ഫുൾ ഫോം എന്താ പറഞ്ഞത്? EFA എന്ന് വെച്ചാൽ എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ്, CFA എന്ന് വെച്ചാൽ കൺഫർമേറ്ററി ഫാക്ടർ അനാലിസിസ്. ഓക്കെ. ഓക്കെ. ഈ EFA എപ്പോഴാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റിനെയർ കൃഷ്ണശ്രീ ബാബു സ്വന്തമായിട്ടുണ്ടാക്കിയ ക്വസ്റ്റിനെയർ ആണെങ്കിൽ കൃഷ്ണശ്രീ ബാബു എന്ത് ചെയ്യണം? എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസും ചെയ്യണം, കൺഫർമേറ്ററി ഫാക്ടർ അനാലിസിസും ചെയ്യണം. ഓക്കെ. അതേസമയം കൃഷ്ണശ്രീ ബാബു ചെയ്യുന്നത് ക്വസ്റ്റിനെയർ സ്വന്തമായിട്ട് നിർമ്മിച്ചതല്ല, വേറെ ഏതെങ്കിലും റിസർച്ചർ ചെയ്ത ക്വസ്റ്റിനെയറിനെ ഈ കോണ്ടസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ചെറിയ മാറ്റം വരുത്തിയതാണെങ്കിൽ കൃഷ്ണശ്രീ ബാബു എന്ത് ചെയ്താൽ മതി? കൺഫർമേറ്ററി ഫാക്ടർ അനാലിസിസ് മാത്രം ചെയ്താൽ മതി. ഓക്കെ. സോ ഇതൊക്കെ നമ്മൾ റിസർച്ചിന്റെ സമയത്താണ് ഇതിനൊക്കെ കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുക. നമ്മൾ നെറ്റിന്റെ കേസിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം. ഓക്കെ. പിന്നെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കഴിഞ്ഞ തവണത്തെ നമ്മൾ UGCയുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 2-3 തവണയായിട്ട് ഓൺലൈൻ ടെസ്റ്റുകളാണ് നടത്തിയത്, അല്ലെ? ഓൺലൈൻ ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞപ്പോ പല ദിവസങ്ങളിലായിട്ട് പല ഷിഫ്റ്റുകളായിട്ടുള്ള എക്സാം നടത്തിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവറേജ് 80-ലധികം ക്വസ്റ്റ്യൻ പേപ്പറുകൾ അവർ അറ്റ് എ ടൈം പ്രിന്റ് ചെയ്യണ്ടാവും. മനസ്സിലായോ? പ്രിന്റിംഗ് അല്ല, അറ്റ് എ ടൈം 80-ലധികം അതായത് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രിന്റ് ചെയ്യണ്ടാവും. ക്ലിയർ ആയോ? അതായത് ഇന്ന് കൊമേഴ്സിന്റെ രാവിലത്തെ ഒരു ഷിഫ്റ്റ് ഉണ്ടാവും, ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഒരു കൊമേഴ്സിന്റെ ഷിഫ്റ്റ് ഉണ്ടാവും, നാളെ രാവിലെയും കൊമേഴ്സിന്റെ ഷിഫ്റ്റ് ഉണ്ടാവും, നാളെ ഉച്ച കഴിഞ്ഞ് കൊമേഴ്സ് ഷിഫ്റ്റ് ഉണ്ടാവും. അങ്ങനെ പലവർക്കും പല ഷിഫ്റ്റുകളായിട്ട് വന്നപ്പോൾ 80-ലധികം ക്വസ്റ്റ്യൻ പേപ്പർ വന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഫോർ എക്സാമ്പിൾ, ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്ന ഒരു കോൺടെസ്റ്റിൽ ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ 5 ക്വസ്റ്റ്യൻ, അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 ക്വസ്റ്റ്യൻ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ഉണ്ടാവും. ശരിയല്ലേ? 5 ക്വസ്റ്റ്യൻ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ഉണ്ടാവും. അപ്പൊ 5 ക്വസ്റ്റ്യൻ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യണം? ഒരു വർഷം 80 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായി കഴിയുമ്പോൾ അവർ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചു നോക്കി. ക്ലിയർ ആയോ? 80, അതായത് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർക്ക് ഉണ്ടാക്കേണ്ട വന്നു. കാരണം എന്തുകൊണ്ടാ? രാവിലെയും വൈകിട്ടും രാവിലെയും ഉച്ച കഴിഞ്ഞും പിറ്റേ ദിവസം അങ്ങനെ 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 പല ഷിഫ്റ്റുകളായിട്ടുള്ള പല എക്സാമാണ്. അപ്പൊ ഒരാൾക്ക് കൊടുത്ത അതേ ക്വസ്റ്റ്യൻ പേപ്പർ അതിനെ പറ്റും അടുത്ത ആൾക്ക് ഇല്ല. അപ്പൊ 80-ലധികം ക്വസ്റ്റ്യൻ പേപ്പർ അവർക്ക് ഉണ്ടാക്കേണ്ട വന്നു. ഈ 80-ലധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ അല്ല, വേറെ ക്വസ്റ്റ്യനാ. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ്, വെറൈറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ. അത് കാരണം കൊണ്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു ആളുകൾക്ക്. കാരണം ഒരു ഏരിയയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല ചോദിക്കുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് പല രീതിയിലാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. സോ ഇത്തവണ മുതൽ അങ്ങനെ വരില്ല. കുറച്ചും കൂടി എനിക്ക് തോന്നുന്ന കുറച്ചുകൂടി എളുപ്പമായിരിക്കാൻ ചാൻസ് കൂടുതലാണ്. കാരണം എല്ലാവർക്കും ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് കൂടുതൽ. കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നത്. ഓക്കെ. ദെൻ സോ എനിവേ ഹൈപ്പോത്തിസ് ടെസ്റ്റിംഗ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഹൈപ്പോത്തിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യാം. ഈ ഹൈപ്പോത്തിസ് ടെസ്റ്റിംഗിൽ നമ്മൾ എന്താ ചെയ്യണത്? ഈ ഡാറ്റ അനാലിസിസിൽ നമ്മൾ ചെയ്യുന്ന സംഭവം റിലയബിലിറ്റി പറഞ്ഞു, വാലിഡിറ്റി പറഞ്ഞു. ഓക്കെ, ഇത് പറഞ്ഞിട്ടില്ല, നോർമാലിറ്റി പറഞ്ഞിട്ടില്ല. എന്താണ് നോർമാലിറ്റി? ഡാറ്റ നോർമൽ ആവുക എന്നുള്ളത്. നോർമാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ആളുകളുടെ അഭിപ്രായം ഒരുപോലെ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് ചാഞ്ചാടി നിൽക്കുക, അല്ലെങ്കിൽ മറ്റൊരു സൈഡിലേക്ക് ചാഞ്ചാടി നിൽക്കുക. ദാറ്റ് ഈസ് കോൾഡ് സ്ക്യൂനസ്. പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? സ്ക്യൂനസ് പഠിച്ചിട്ടുണ്ടോ? സ്ക്യൂനസ്, കൊർട്ടോസിസ്. ഹലോ? ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല. ഓക്കെ. സ്ക്യൂനസ്, കുർട്ടോസിസ് എന്നൊക്കെ പറയുന്ന ഒരു നോർമാലിറ്റിയുടെ ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് മുഖാന്തരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് കളക്ട് ചെയ്ത ഡാറ്റ നോർമൽ ആണോ എന്നറിയാൻ പറ്റും. ഓക്കെ. അതായത് നമുക്ക് ചില ആളുകൾ പറയും, കൂടുതൽ ആളുകൾ പറയാണ് ഞങ്ങൾ എന്താണ് ഇന്റൻഷൻ ഇല്ല എന്ന് പറയാണ്, കുറെ ആളുകൾ പറയാണ് ഞങ്ങൾക്ക് ഇന്റൻഷൻ ഉണ്ടെന്ന് പറയാണ്. അപ്പോ നമ്മളുടെ ഉത്തരം ഏതെങ്കിലും ഒരു സൈഡിലേക്കാണ് ചാഞ്ചാടി നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ഡാറ്റ എന്തല്ല, നോർമൽ അല്ല. എന്നാൽ ഒരു മിഡ് റേഞ്ചിലാണ് നിൽക്കുക, ആളുകളുടെ അഭിപ്രായങ്ങളെല്ലാം ഒരു മിഡ് റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ ഡാറ്റ നോർമൽ ആണെന്ന് പറയാൻ പറ്റും. സോ
ഈ നമ്മുടെ ഡാറ്റ നോർമൽ ആണെങ്കിൽ നമുക്ക് എന്ത് ടെസ്റ്റ് ചെയ്യാം? പാരാമെട്രിക് ടെസ്റ്റുകൾ ചെയ്യാം. ഡാറ്റ നോർമൽ അല്ലെങ്കിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ ചെയ്യാം. കേട്ടിട്ടുണ്ടോ? പാരാമെട്രിക് ടെസ്റ്റ് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്. അപ്പോ ഏതൊക്കെ ടെസ്റ്റുകളൊക്കെ കേട്ടിട്ടുണ്ട്? കൈ സ്ക്വയർ ടെസ്റ്റ് കേട്ടിട്ടുണ്ട്, സെഡ് ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ്, മാൻ വിറ്റ്നി യു ടെസ്റ്റ്, എച്ച് ടെസ്റ്റ്, ഫ്രൈഡ്മാൻ ടെസ്റ്റ്, അങ്ങനെ കുറെ ടെസ്റ്റുകൾ കേട്ടിട്ടുണ്ടോ ഇതില്? അനോവ. ഹലോ. സോ ഈ ടെസ്റ്റുകളെല്ലാം ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ ഡാറ്റ നോർമൽ ആണോ നോർമൽ അല്ലേ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ ടെസ്റ്റ് ചെയ്യണം. നമ്മുടെ ഡാറ്റ നോർമൽ ആണെങ്കിൽ പാരാമെട്രിക് ടെസ്റ്റുകളായിട്ടുള്ള സെഡ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, റിഗ്രഷൻ, കോറിലേഷൻ പോലുള്ള ടെസ്റ്റുകൾ ചെയ്യാം. നമ്മളുടെ ഡാറ്റ നോർമൽ അല്ലെങ്കിൽ കൈ സ്ക്വയർ ടെസ്റ്റ്, മാൻ വിറ്റ്നി യു ടെസ്റ്റ്, എച്ച് ടെസ്റ്റ്, ഫ്രൈഡ്മാൻ ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകൾ ചെയ്യാം. ക്ലിയർ ആയോ? അപ്പൊ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗിലേക്ക് പോകണമെങ്കിൽ ഡാറ്റ അനലൈസ് ചെയ്യണം. ഡാറ്റ റിലയബിൾ ആണോ വാലിഡ് ആണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ റിലയബിലിറ്റി വാലിഡിറ്റി ഉണ്ടാവണം. റിലയബിലിറ്റി വാലിഡിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ മോശമാണ്, നമ്മൾ ഡാറ്റ കളയണം. റിലയബിലിറ്റി വാലിഡിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്തുകൂടി നോക്കണം? നോർമാലിറ്റി നോക്കണം. ഡാറ്റ നോർമൽ ആണെങ്കിൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഏത് ടെസ്റ്റ് ചെയ്യാം? പാരാമെട്രിക് ചെയ്യാം. ഡാറ്റ നോർമൽ അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യാം. ക്ലിയർ ആയോ? നോൺ പാരാമെട്രിക്കും പാരാമെട്രിക്കും ക്ലിയർ ആയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിന്റെ ഡിവിഷൻസ് പറഞ്ഞില്ലേ ടെസ്റ്റുകളുടെ പേര്? ആ ഈ പാരാമെട്രിക്കിൽ വരുന്ന ടെസ്റ്റുകളാണ് സെഡ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്. സെഡ് ടി എഫ് എന്ന് പറയുന്ന ടെസ്റ്റും റിഗ്രഷനും കോറിലേഷൻ ഒക്കെ എന്താണ്? പാരാമെട്രിക് ടെസ്റ്റുകളാണ്. മനസ്സിലായോ? ഓക്കെ. കൈ സ്ക്വയർ ടെസ്റ്റ്, അതുപോലെ തന്നെ എച്ച് ടെസ്റ്റ്. എച്ച് ടെസ്റ്റ് എന്ന് പഠിച്ചാൽ മതി. ക്രുസ്കൽ വാലീസ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ആണ്. ക്രുസ്കൽ വാലീസ് എച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ആണ്. അത് എച്ച് ടെസ്റ്റ് എന്ന് പഠിച്ചാൽ മതി. എച്ച് ടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഫ്രൈഡ്മാൻ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. യു ടെസ്റ്റ്, ഫ്രൈഡ്മാൻ ടെസ്റ്റ് ഉണ്ട്. യു ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. യു ടെസ്റ്റിന്റെ ഫുൾ പേര് ഇങ്ങനെയാണ്, മാൻ വിറ്റ്നി യു ടെസ്റ്റ് എന്ന സംഭവം. നിങ്ങൾക്ക് അതിന് നോട്ട് തരുമ്പോൾ നോക്കിയാൽ മതി കേട്ടോ. അതിലൊക്കെ ഉണ്ട്. ഓക്കെ. ഓക്കെ. ഞാനിപ്പോ ഈ സ്റ്റെപ്സ് പറയുമ്പോൾ നിങ്ങൾ ഇന്ന പ്രോസസ്സിലൂടെയാണ് നമ്മൾ റിസർച്ച് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു പിക്ചർ കിട്ടണം. ആ പിക്ചറിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യണം. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എന്താ ടെസ്റ്റ് ചെയ്യണത്? എന്താ ടെസ്റ്റ് ചെയ്യണത്? ഞാൻ നോർമാലിറ്റി ഒക്കെ ചെയ്തു. നമ്മൾ റിലയബിലിറ്റിയും വാലിഡിറ്റിയും നോർമാലിറ്റി ഒക്കെ നമ്മൾ ചെയ്തു. ഇത് ഏത് സ്റ്റേജാണ്? 8ാമത്തെ സ്റ്റേജിൽ ചെയ്തു. അപ്പൊ നമ്മളുടെ ഡാറ്റ നോർമൽ ആണെന്ന് മനസ്സിലായി. നോർമൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഫോർ എക്സാമ്പിൾ എഫ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്തു. ഞാൻ ചോദിക്കുന്നത് എന്താണ് ടെസ്റ്റ് ചെയ്യണത്? എഫ് ടെസ്റ്റ് എന്നുള്ള ടെസ്റ്റ് ആണ് യൂസ് ചെയ്തത്. എന്താ ടെസ്റ്റ് ചെയ്യാൻ പോണത്? നമ്മളുടെ അസംഷൻ ആണ്, വർക്കിംഗ് ഹൈപ്പോത്തിസിസ് ആണ് ടെസ്റ്റ് ചെയ്യാൻ പോണത്. മനസ്സിലായോ? നമ്മളുടെ അസംഷൻ ഉണ്ടല്ലോ, ആറ്റിറ്റ്യൂഡ് ഇന്റൻഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് അല്ലേ? ആ അസംഷൻ ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണത്. സോ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാ? വർക്കിംഗ് ഹൈപ്പോത്തിസിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണത്. ക്ലിയർ ആയോ? ആ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യും. അപ്പൊ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മളുടെ അസംഷൻ ശരിയാണോ തെറ്റാണോ. ക്ലിയർ ആയോ? നമ്മുടെ അസംഷനെ അക്സെപ്റ്റ് ചെയ്തോ റിജക്ട് ചെയ്തോ എന്നുള്ളതൊക്കെ അറിയാം. ക്ലിയർ ആയോ? ഓക്കെ. ഇപ്പൊ ഞാനിതെല്ലാം ഒന്ന് വായിക്കാണ്. സോ ഹൈപ്പോത്തിസിസ് നമ്മൾ ഉണ്ടാക്കി. എന്താണ്? ആറ്റിറ്റ്യൂഡ് റിലേറ്റ്സ് ടു ഇന്റൻഷൻ എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. H1 എന്നുള്ള അസംഷൻ അതാണ്. H1 എന്ന് പറഞ്ഞ ഒരു അസംഷൻ ആണ്. നമ്മൾ അതിന് എന്ത് നോക്കും? നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞ ഹൈപ്പോത്തിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ആറ്റിറ്റ്യൂഡ് ഡസ് നോട്ട് റിലേറ്റ് ടു ഇന്റൻഷൻ എന്ന് നോക്കും. അപ്പൊ നമുക്ക് ഈ ഇതിലെ ഈ ആറ്റിറ്റ്യൂഡ് റിലേറ്റ് ടു ഇന്റൻഷൻ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഇൻഫ്ലുവൻസസ് ഇന്റൻഷൻ എന്നുള്ളത് നമുക്ക് എന്തിന്റെ ബേസിൽ കിട്ടിയതാ? ആറ്റിറ്റ്യൂഡ് ഇന്റൻഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തിന്റെ ബേസിൽ കിട്ടിയതാണ്? അതാണ് വർക്കിംഗ് ഹൈപ്പോത്തിസിസ്. ഇതിന്റെ ബേസിൽ കിട്ടിയതാ. പറഞ്ഞതാ. ആ
ഹൈപ്പോത്തിസിസ് ആണ്, അത് നമ്മുടെ ഹൈപ്പോത്തിസ് ആണ്. ദാറ്റ് ഈസ് ആറ്റിറ്റ്യൂഡ് റിലേറ്റ് ടു ഇന്റൻഷൻ. ആ ഹൈപ്പോത്തിസിസ് എവിടെ നിന്നാ കിട്ടിയത്? ലിറ്ററേച്ചർ സർവേ എന്നല്ലേ കിട്ടിയത്. ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് തിയറി എന്ന ലിറ്ററേച്ചറിൽ നിന്നല്ലേ കിട്ടിയത്, അല്ലേ? ആ അസംഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ അസംഷന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അസംഷൻ കൂടി എഴുതണം. ദാറ്റ് ഈസ് H0 നൾ ഹൈപ്പോത്തിസിസ് എന്ന് വിളിക്കും. ആറ്റിറ്റ്യൂഡ് ഡസ് നോട്ട് റിലേറ്റ് ടു ഇന്റൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു നൾ ഹൈപ്പോത്തിസിസ് വെക്കും. എന്നിട്ട് നമ്മൾ ഏതാ ടെസ്റ്റ് ചെയ്യണ? ഏതാ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണത് നൾ ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യണത്. ക്ലിയർ ആയോ? ഓക്കെ. ഈ നൾ ഹൈപ്പോത്തിസിസ് അതായത് നമ്മളുടെ ലക്ഷ്യം എന്താ? തിയറി എന്താ പറയണത്? ആറ്റിറ്റ്യൂഡ് ഇന്റൻഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നല്ലേ തിയറി പറയുന്നത്, ശരിയല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അപ്പോ അതായത് തിയറി പറയണ ആറ്റിറ്റ്യൂഡ് ഇന്റൻഷനെ ഇൻഫ്ലുവൻസ്. അപ്പൊ നമ്മൾ ഹൈപ്പോത്തിസിസ് എന്തുണ്ടാക്കിയത്? നമ്മളുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഫാമിലി ബിസിനസ് ടേക്ക് ഓവർ ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് എന്തുണ്ടാവും? ഇന്റൻഷൻ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? തിയറി എഴുതി അസംഷൻ എഴുതി വെച്ചിരിക്കുന്നത്, H1 എഴുതി വെച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? എന്താണോ തിയറി പറഞ്ഞത് അതാണ് നമ്മൾ അസംഷൻ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു അസംഷൻ എഴുതി വെക്കണം. ദാറ്റ് ഈസ് കോൾഡ് H0 എന്ന് പറയാൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അങ്ങനെയല്ല, ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നില്ല? ഇന്റൻഷൻ അങ്ങനെ ഇൻഫ്ലുവൻസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയും. മനസ്സിലായോ? ഓക്കെ. ശരിക്കും ഏതിനെയാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടത്? ആറ്റിറ്റ്യൂഡ് ഇന്റൻഷനെ റിലേറ്റ് ചെയ്യുന്നു. ഇന്റൻഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? അതിനെ അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ ഏതിനെ റിജക്ട് ചെയ്യണം? നള്ളിനെ നമുക്ക് എന്ത് ചെയ്യണം? റിജക്ട് ചെയ്യണം, ശരിയല്ലേ? അപ്പൊ നള്ളിനെ റിജക്ട് ചെയ്താലാണ് ഓൾട്ടർനേറ്റീവിനെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, ശരിയല്ലേ? അഥവാ വർക്കിംഗ് ഹൈപ്പോത്തിസിനെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ വർക്കിംഗ് ഹൈപ്പോത്തിസ് അല്ലെങ്കിൽ റിസർച്ച് ഹൈപ്പോത്തിസ് വെച്ച് സെയിം ആണ്. അതിനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നള്ളിനെ നമ്മൾക്ക് റിജക്ട് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പൊ നള്ളിനെ റിജക്ട് ചെയ്യണം. അപ്പൊ ആ നള്ളിനെ റിജക്ട് ചെയ്തോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം? ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങുള്ള Z ടെസ്റ്റ്, F ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകൾ ചെയ്യണം. ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം നള്ളിനെ റിജക്ട് ചെയ്യും. നള്ളിനെ റിജക്ട് ചെയ്താൽ നമ്മൾക്ക് എന്തായി? വർക്കിംഗ് ഹൈപ്പോത്തിസിസിനെ അല്ലെങ്കിൽ റിസർച്ച് ഹൈപ്പോത്തിസിനെ എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ചിലപ്പോ നള്ളിനെ റിജക്ട് ചെയ്യണമെന്നില്ല. ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നള്ളിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ നള്ളിനെ നമുക്ക് റിജക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ ഏതിനെ റിജക്ട് ചെയ്യണം? നമ്മളുടെ വർക്കിംഗ് ഹൈപ്പോത്തിസിനെ നമ്മൾ റിജക്ട് ചെയ്യേണ്ടി വരും. ക്ലിയർ ആയോ? അപ്പൊ വർക്കിംഗ് ഹൈപ്പോത്തിസിനെ റിജക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ അർത്ഥം? സകലമാന രാജ്യങ്ങളിലും തിയറി പറയാണ് കുട്ടികൾക്ക് അല്ലെ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഇന്റൻഷൻ ഉണ്ടാവും എന്ന് പറയുന്നു. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് കുട്ടികളുടെ എന്തിലേക്ക് നയിച്ചിട്ടില്ല? ഇന്റൻഷനിലേക്ക് നയിച്ചിട്ടില്ല. ഓക്കെ. അതെന്തുകൊണ്ടായിരിക്കാം? ഒരു കോണ്ടെക്സ്റ്റുവൽ ഡിഫറൻസ് കൊണ്ടായിരിക്കാം ഇവിടെ അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. സോ ആ തിയറി എവിടെ ബാധകമല്ല? ഇവിടെ ബാധകമല്ല എന്നുള്ളത് നമുക്ക് പറയാം. ഇത് വിചാരിച്ചിട്ട് നള്ളിനെ അക്സെപ്റ്റ് ചെയ്തെന്ന് വെച്ച് കുഴപ്പമില്ല. ക്ലിയർ ആയോ? അപ്പൊ ഈ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം നള്ളിനെ അക്സെപ്റ്റ് ചെയ്തു, റിജക്ട് ചെയ്തു എന്നുള്ളത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. ഇതിനാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. മറ്റൊരു ഹൈപ്പോത്തിസിസുമായി ബന്ധപ്പെട്ട മറ്റൊരു എക്സാമ്പിളിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, നമ്മളുടെ ഇദ്ദേഹത്തിന്റെ സിനിമ കണ്ട ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ടാവും, ശരിയല്ലേ? ആ സിനിമയില് മോഹൻലാൽ എന്താണ്? ജോർജ് കുട്ടി തെറ്റുകാരനാണ്, ശരിയല്ലേ? പോലീസ് ആ കേസ് അന്വേഷണ പ്രാഥമിക ഇതില് അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോ പോലീസുകാർക്ക് മനസ്സിലായത് ചില സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജോർജ് കുട്ടിയാണ് തെറ്റുകാരൻ എന്നുള്ള അസംഷനാണ് അവർക്ക് ഉണ്ടായത്, ശരിയല്ലേ? സോ അവരുടെ അസംഷൻ എന്താ? ജോർജ് കുട്ടി ഈസ് ഗിൽറ്റി, ജോർജ് കുട്ടിയാണ് തെറ്റുകാരൻ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് H1. പോലീസുകാർ വെച്ച അസംഷൻ അതാണ് കേട്ടോ, H1. അപ്പൊ പോലീസുകാർക്ക് ഇത് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ അവരെന്ത് വെക്കണം? നൾ ഹൈപ്പോത്തിസിസ് വെക്കണം. അപ്പൊ നൾ എന്താ വെക്കുക? ജോർജ് കുട്ടി ഈസ് നോട്ട്
ഗിൽട്ടി. ക്ലിയർ ആയോ? ആ എന്നിട്ട് പോലീസുകാർ എന്ത് ചെയ്തു? കേസ് അന്വേഷണം ആരംഭിച്ചു. പല സ്ഥലത്ത് പോയി തെളിവുകളൊക്കെ എടുത്ത് സമാഹരിച്ചു കൊണ്ടുവന്നു. ക്ലിയർ ആയോ? ഉം ആ ക്ലിയർ ആയി. അങ്ങനെ സമാഹരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? ഉം? സമാഹരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ആ തെളിവ് തെളിയിക്കാൻ നോക്കി കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? ആ, പോലീസുകാർക്ക് ആ തെളിവ് കൊണ്ട് ജോർജ് കുട്ടി ഗിൽറ്റി ആണെന്ന് തെളിയിക്കാൻ പറ്റിയോ? ഇല്ല, പറ്റിയില്ല. അപ്പോ ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? പോലീസുകാരുടെ ലക്ഷ്യം എന്താ? ജോർജ് കുട്ടി ഈസ് ഗിൽറ്റി എന്നുള്ളതിനെ ശരിവെക്കണം. ജോർജ് കുട്ടി ഈസ് നോട്ട് ഗിൽറ്റി എന്ന് പറയുന്നതിന് എന്ത് ചെയ്യണം? റിജക്ട് ചെയ്യണം. ശരിയല്ലേ? റിജക്ട് ചെയ്യാം. അതിനെ റിജക്ട് ചെയ്യണം. പക്ഷെ അവർക്ക് റിജക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റിയില്ല. പറ്റിയില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? നള്ളിനെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട വന്നു. ജോർജ് കുട്ടി ഈസ് ഗിൽറ്റി എന്നുള്ളതിനെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് റിജക്ട് ചെയ്യേണ്ട വന്നു. ശരിയല്ലേ? ആ അപ്പൊ ഇതാണ് ഓൾട്ടർനേറ്റീവ് നള്ള്. ഈ ഓൾട്ടർനേറ്റീവ് എന്താണ്? ജോർജ് കുട്ടീസ് ഗിൽറ്റി. അത് അവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? പോലീസുകാർക്ക് എവിടെ നിന്ന് കിട്ടിയത്? ജോർജ് കുട്ടിയാണ് തെറ്റുകാരൻ എന്നുള്ളത് എവിടെ നിന്നാണ് കിട്ടിയത്? ലിറ്ററേച്ചർ റിവ്യൂവിൽ നിന്ന്. എവിടുന്നാ ലിറ്ററേച്ചർ റിവ്യൂ? പോലീസുകാർ പണ്ടേ മുതൽ പഠിച്ചു വെച്ചിരിക്കുന്ന സംഭവങ്ങളുണ്ട്. ഈ ക്രൈമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന ഇന്ന സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന ഇന്ന ആളായിരിക്കും എന്നുള്ള കുറെ കാര്യങ്ങൾ അവർ പണ്ടേ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്, ഒരു സൈക്കോളജി ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ, ആ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ എന്തുണ്ടാക്കിയത്? ആ ലിറ്ററേച്ചറിന്റെ അടിസ്ഥാനത്തിലാണ് ജോർജ് കുട്ടീസ് ഗിൽറ്റി എന്ന അസംഷൻ എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ വഴി കൂടെ പോയതിനെ പിടിച്ച് പ്രതിയാക്കിയതല്ല അത്. ശരിയല്ലേ? അതെ. അതെ. അപ്പൊ ലിറ്ററേച്ചറിന്റെ അടിസ്ഥാനത്തിൽ ജോർജ് കുട്ടീസ് ഗിൽറ്റി എന്ന് പറഞ്ഞു. പക്ഷേ ലിറ്ററേച്ചറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ജോർജ് കുട്ടീസ് ഗിൽറ്റി. പക്ഷെ യഥാർത്ഥത്തിൽ ഡാറ്റ കളക്ട് ചെയ്ത് വന്നപ്പോൾ ജോർജ് കുട്ടി തെറ്റുകാരനാണെന്ന് അവർക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് സംഭവിച്ചത്? ജോർജ് കുട്ടീസ് നോട്ട് ഗിൽറ്റി എന്നുള്ളതിനെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടെന്നു. ഏതിനെ റിജക്ട് ചെയ്യേണ്ടെന്നോ? ജോർജ് കുട്ടീസ് ഗിൽറ്റി എന്നുള്ളതിനെ റിജക്ട് ചെയ്യേണ്ടെന്നു. രണ്ടാമത്തെ ദൃശ്യം 2-ലും ഇത് തന്നെയല്ലേ സംഭവിച്ചത്? ശരിയല്ലേ? ആ മൂന്നാമത്തെ സിറ്റുവേഷൻ, ഇനി മൂന്നാമത്തെ സിനിമ ഇറങ്ങാന്ന് വിചാരിക്കും. കണ്ടു നിൽക്കുന്നത് നമുക്കറിയാം ജോർജ് കുട്ടിയാണ് ഗിൽറ്റി എന്നുള്ളത്. ശരിയല്ലേ? അതെ. ഓക്കെ, ഈ സിറ്റുവേഷൻ ഒറിജിനലി ഉണ്ടായതാണെന്ന് വിചാരിക്കും. കൃഷ്ണശ്രീ ബാബു ആണ് ഇനി അടുത്ത കേസ് അന്വേഷിക്കാൻ പോകുന്നതെങ്കിൽ വളരെ ക്രിയാത്മകമായിട്ട് ആ മെത്തഡോളജി നല്ല രീതിയിൽ ചെയ്ത്, റിസർച്ച് ഡിസൈൻ കൃത്യമായിട്ട് ചെയ്ത്, നല്ല രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അനലൈസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃഷ്ണശ്രീ ബാബു എന്ത് ചെയ്യും? ജോർജ് കുട്ടി ഈസ് നോട്ട് ഗിൽറ്റി എന്നുള്ളതിനെ റിജക്ട് ചെയ്യുകയും ജോർജ് കുട്ടി ഈസ് ഗിൽറ്റി എന്നുള്ളതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അവിടെ മെത്തഡോളജി കൃത്യമായിട്ട് ചെയ്താൽ മതി. അപ്പൊ പോലീസുകാരുടെ റിസർച്ച് ഡിസൈനും സാമ്പിൾ ഡിസൈനും ഡാറ്റ കളക്ഷനൊക്കെ തെറ്റ് പറ്റിയത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? എന്ത് സംഭവിച്ചത്? ജോർജ് കുട്ടി ഈസ് നോട്ട് ഗിൽറ്റി എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. അക്സെപ്റ്റ് ചെയ്യേണ്ടാവുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ കേസിലും അങ്ങനെ തന്നെ ആവണമെന്നില്ല. അതായത് ചിലപ്പോ നമുക്ക് നള്ളിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അത് ചിലപ്പോ റിസർച്ച് ഡിസൈൻ മോശമായതുകൊണ്ടാവണമെന്നില്ല. പക്ഷെ ഞാൻ ഈ സ്പെസിഫിക് ജോർജ് കുട്ടിയുടെ കേസിലാണ് ഞാൻ പറഞ്ഞത്, അത് റിസർച്ച് ഡിസൈൻ മോശമായത് കൊണ്ടാണ് അവർക്ക് എന്ത് സംഭവിച്ചത്? ഈ നള്ളിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ, നള്ളിനെ റിജക്ട് ചെയ്യാൻ പറ്റാതെ. ക്ലിയർ ആയല്ലോ? അപ്പൊ നൾ എന്താണ്? ഓൾട്ടർനേറ്റീവ് എന്താണ്? ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ, ദെൻ അടുത്താണ് ജനറലൈസേഷൻ ഇന്റർപ്രിട്ടേഷൻ. ജനറലൈസേഷൻ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ ചെയ്യുന്നു. കിട്ടിയ ഉത്തരം ഫൈൻഡിങ്സിലേക്ക് നമ്മൾ എത്തുന്നു. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കുട്ടികളുടെ കേസിലാണ് പറയണമെങ്കിൽ നമ്മൾ കേരളത്തിലുള്ള ഒരു 10,000 കണക്കിന് കുട്ടികളുടെ അച്ഛനമ്മമാര് ബിസിനസ് നടത്തുന്ന കുട്ടികളുണ്ട്. 300 പേരെ വെച്ചാണ് സാമ്പിൾ എടുത്തത്. നമ്മൾ എന്താ ചെയ്യണത്? ഈ 300 പേര് ആരെ റെപ്രസെന്റ് ചെയ്യുന്നവരാ? ഈ 10,000 കുട്ടികളെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ്. ശരിയല്ലേ? ഈ 300 സാമ്പിൾസും 10,000 സ്റ്റുഡൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ്. സോ ഈ 300 കുട്ടികളുടെ അഭിപ്രായമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 10,000 കുട്ടികളെ കുറിച്ച് പറയുന്നത്. മനസ്സിലായോ? ഈ 300 കുട്ടികളുടെ അഭിപ്രായം 10,000 കുട്ടികളുടെ അഭിപ്രായമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ജനറലൈസ് ചെയ്ത് പറയും. ക്ലിയർ ആയോ? ആ ഓക്കെ, കാരണം ഈ 10,000 പേരെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 10,000 പേരെടുത്ത് പോയി ഡാറ്റ കളക്ട് ചെയ്യാൻ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? 300 പേരെടുത്ത് ഡാറ്റ കളക്ട് ചെയ്യും. സോ ജനറലൈസേഷൻ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ ചെയ്യുന്നു. ദെൻ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട് അല്ലെങ്കിൽ തീസിസ് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഉണ്ടാക്കുന്നു. ആ ആർട്ടിക്കിൾ നമ്മൾ ജേണലിലേക്ക് അയച്ചു കൊടുക്കുന്നു. അവരവിടെ പബ്ലിഷ് ചെയ്യും. ക്ലിയർ ആയോ? ആ വെറുതെ പബ്ലിഷ് ചെയ്യില്ല. നമ്മളുടെ ജേണല്
നമ്മളുടെ ആർട്ടിക്കിൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവരത് ആർട്ടിക്കിളായിട്ട് ജേണലിൽ പബ്ലിഷ് ചെയ്യുള്ളൂ. ക്ലിയർ ആയല്ലോ? ഒരു ക്വാളിറ്റി ഉള്ള ജേണൽ ആണെങ്കിൽ നമ്മളുടെ ആർട്ടിക്കിളിന്റെ ക്വാളിറ്റി അവർ ശരിക്കും സ്ക്രൂട്ടനൈസ് ചെയ്യും. ജേണലിന്റെ ക്വാളിറ്റി തീരെ മോശമാണെങ്കിൽ നമ്മളുടെ ആർട്ടിക്കിൾ എന്ത് ചെയ്യും? സ്ക്രൂട്ടനൈസേഷൻ ഒന്നും കാര്യമായിട്ട് ചെയ്യില്ല, നമ്മളുടെ അടുത്ത് നിന്ന് വെറുതെ അത് പബ്ലിഷ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? അങ്ങനെ പലതരത്തിലുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ICT-യിലൊക്കെ അതൊക്കെ പഠിക്കാനുണ്ട്, റിസർച്ച് എത്തിക്സിലും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ഓക്കെ, എനിവേ ഇതാണ് സ്റ്റെപ്സ് ഓഫ് റിസർച്ച്. ഓക്കെ, സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്തൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്തത് സ്റ്റെപ്സ് നമ്മൾ കഴിഞ്ഞു. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. വാട്ട് ഈസ് റിസർച്ച്? എന്താണ് റിസർച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസർച്ച് ഈസ് ആൻ ഓർഗനൈസ്ഡ് സിസ്റ്റമാറ്റിക് വേ ഓഫ് ഫൈൻഡിങ് ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻ. ഇവിടെ ഒന്ന് നോക്കി, നമ്മൾ നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് നമ്മൾ എത്തിയത് വെറുതെ കുറച്ച് കുട്ടികളുടെ അടുത്ത് ഡാറ്റ കളക്ട് ചെയ്തിട്ട് ചെയ്യാണ് ചെയ്തത്, അതെയോ 11 സ്റ്റെപ്പിലൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? അല്ലേ? ചിന്തിച്ചു നോക്കി. നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂയുടെ ഹൈപ്പോത്തസിസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് റിസർച്ച് ഡിസൈൻ ഒക്കെ ഉണ്ടാക്കി ക്വസ്റ്റ്നെയർ ഒക്കെ ഉണ്ടാക്കി ആ ക്വസ്റ്റ്നെയറിന്റെ കണ്ടന്റ് വാലിഡിറ്റി ഫേസ് വാലിഡിറ്റി എല്ലാം നോക്കി ചെക്ക് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്ത് വാലിഡിറ്റി റിലയബിലിറ്റി നോർമാലിറ്റി ഒക്കെ നോക്കി അതുപോലെ തന്നെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഒരു ഉത്തരത്തിലേക്ക് എത്തിയത്. സോ നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യന്റെ ഉത്തരം സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ്ഡ് ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് എന്ത് വിളിക്കുന്നത്? റിസർച്ച് എന്ന്. ക്ലിയർ ആയോ? ഓക്കെ, സോ നമ്മൾ ഇനി പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസിലേക്ക് നമ്മൾ പോവാണ്. കഴിഞ്ഞ 2023 ചോദിച്ച ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 5 ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് ചോദിക്കും? റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ചോദിക്കും. അല്ലേ? ശരിയല്ലേ? അപ്പോ 6 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ 5 × 6 30 ക്വസ്റ്റ്യൻസ് എടുത്തു. 30-ലധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതിൽ സാമ്പിൾ ആയിട്ട് ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോൾ അതിൽ 30 ക്വസ്റ്റ്യൻസിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് റിസർച്ച് മെത്തേഡ്സിൽ നിന്നാണ്. 3 ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ്. റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന സ്റ്റെപ്സ് ഓഫ് റിസർച്ചിൽ നിന്നാണ് 20 ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. സോ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഏരിയയാണ് സ്റ്റെപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. ആ 20 സ്റ്റെപ്സില്
ഹൈപ്പോത്തിസിസ് വേരിയബിൾസുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസും സാമ്പിളിംഗിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസും ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് 8 ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ റിസർച്ച് മെത്തേഡുകളിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ, ICT-യിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ, എത്തിക്സിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ, റിസർച്ച് ഹൈപ്പോത്തിസിസ് വേരിയബിൾസ് റിസർച്ച് പ്രോബ്ലത്തിൽ നിന്ന് 6 ക്വസ്റ്റ്യൻ, സാമ്പിളിംഗിൽ നിന്ന് 6 ക്വസ്റ്റ്യൻ, ഡാറ്റ അനാലിസിന് 8 ക്വസ്റ്റ്യൻ. ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2021-22 ഇതുപോലെ ഒരു അനാലിസിസ് ഞാൻ നടത്തി നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത് റിസർച്ച് മെത്തേഡിൽ നിന്നായിരുന്നു കൂടുതൽ ചോദ്യങ്ങൾ വന്നത് അന്ന്. പക്ഷേ 2023 എടുത്തു നോക്കി കഴിഞ്ഞപ്പോൾ മെത്തേഡ്സ് ഓഫ് റിസർച്ച് എന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറഞ്ഞു. പകരം ക്വസ്റ്റ്യന്റെ എണ്ണം കൂടിയത് റിസർച്ച് എത്തിക്സ് ICT എന്നൊക്കെയാണ്. 2021-22 റിസർച്ച് എത്തിക്സ് ICT എന്നുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് കുറവായിരുന്നു. 2023 റിസർച്ച് എത്തിക്സിൽ നിന്നും ICT നിന്നും ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലായിട്ട് വന്നു. പക്ഷേ ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്ന ഒരു ഏരിയയാണ് സ്റ്റെപ്സ് ഓഫ് റിസർച്ച്. അതിൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും കൂടുതലായിട്ടും ചോദിക്കുന്ന സാമ്പിളിംഗ്, ഡാറ്റ അനാലിസിസ്, അതുപോലെ തന്നെ റിസർച്ച് പ്രോബ്ലം, ഹൈപ്പോത്തിസിസ് വേരിയബിൾസ് എന്ന് പറയുന്ന ഏരിയയിലൊക്കെ ചോദ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. സോ ഒരു ഏരിയയിൽ ഏതൊക്കെ ഏരിയക്കാണ് പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങൾക്ക് തരും. അതൊന്ന് ആൻസർ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക. എക്സ്പ്ലനേഷൻ ഒക്കെ ഞാൻ തരും. പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും നോക്കിക്കോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾ നേരെ എടുത്തു. 4 ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, സിംഗിൾ ആൻസർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, 4 ഓപ്ഷൻ കൊടുക്കുന്നു, ഏതാണ് റൈറ്റ് ആൻസർ എന്ന് ചോദിക്കും. ഇതാണ് സിംഗിൾ ആൻസർ ക്വസ്റ്റ്യൻ. So in every 10 question, 4 question will be single answer questions. Okay. കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കറക്റ്റ് ആൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തരും? ഒരു ABCDEF എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഒക്കെ തരും. എന്നിട്ട് നമ്മളുടെ A എന്ന് പറഞ്ഞ ഓപ്ഷൻ ചോദിക്കും, Aയും Bയും Cയും കറക്റ്റ് ആണ്. B ചോദിക്കും, Bയും Cയും Dയും കറക്റ്റ് ആണ്. അങ്ങനെ തരും. സോ ഇതാണ് കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു എവറി 10 ക്വസ്റ്റ്യൻ, എല്ലാ 10 ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇതുപോലുള്ള കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇത് സമയം ഒരുപാട് കൺസ്യൂം ചെയ്യുന്നതാണ്. ആവറേജ് നിങ്ങൾ ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് 20 സെക്കൻഡ് ആണ് കൺസ്യൂം ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80 സെക്കൻഡ് ആണ് നിങ്ങൾ ആവറേജ് ഒരു ക്വസ്റ്റ്യൻ സ്പെൻഡ് ചെയ്യാവുള്ളൂ, ആവറേജ്. പക്ഷേ സിംഗിൾ ആൻസർ ക്വസ്റ്റ്യന് നിങ്ങൾ എന്ത് ചെയ്യരുത്? 80 സെക്കൻഡ് യൂസ് ചെയ്യരുത്. 60 സെക്കൻഡോ 50 സെക്കൻഡോ മാത്രം യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്, സ്റ്റേറ്റ്മെന്റ് 1 and 2, അസഷൻ ആൻഡ് റീസണിംഗ് പോലുള്ള ചോദ്യങ്ങളൊക്കെ വളരെ ഡിഫിക്കൽട്ട് ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ സേവ് ചെയ്യുന്ന ടൈം ഇവിടത്തേക്ക് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ക്ലിയർ ആയോ? പക്ഷെ ഒരിക്കലും 1 മിനിറ്റ് 20 സെക്കൻഡിൽ കൂടുതൽ എടുക്കരുത്. കറക്റ്റ് ആൻസർ ക്വസ്റ്റിനും ഈ മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മിനിറ്റ് 40 സെക്കൻഡ് ഒക്കെ എടുത്തോ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. പക്ഷെ അത് എവിടെ സേവ് ചെയ്യണം? ഈ സിംഗിൾ ആൻസർ ക്വസ്റ്റിനിൽ ടൈം സേവ് ചെയ്തിട്ടുണ്ടാവണം. ക്ലിയർ ആയോ? ഓക്കെ. അല്ലെങ്കിൽ എല്ലാം പല ആളുകളും ഒരു കൺസേൺ ആണ്, എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്തില്ല എന്ന് പറയും. അത് എന്തുകൊണ്ടാണ്? ഈ ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നം കൊണ്ടാണ്. കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്യാം. ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് എ റിസർച്ച് പ്രോബ്ലം? പെട്ടെന്ന് ആൻസറിലേക്ക് ആൻസർ കമന്റ് ചെയ്യാം. അമൃത എല്, രജിത KK, രണ്ടുപേര് ക്ലാസ് കേൾക്കുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എ റിസർച്ച് പ്രോബ്ലം? റിസർച്ച് പ്രോബ്ലം ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഏതാണോ? രണ്ടുപേരും ആൻസർ സൊല്യൂഷൻ ടു ആൻ എക്സിസ്റ്റിംഗ് ഇഷ്യൂ എന്നുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് റിസർച്ച് പ്രോബ്ലം എന്ന് വെച്ചാൽ എന്താ?
എ ഗ്യാപ്പ് ഇൻ എക്സിസ്റ്റിംഗ് നോളജ് ദാറ്റ് നീഡ്സ് ടു ബി അഡ്രസ്ഡ്. ഇപ്പൊ നമ്മുടെ റിസർച്ച് പ്രോബ്ലം എന്താ? കുട്ടികൾക്ക് ടേക്ക് ഓവർ ചെയ്യാനുള്ള ഇന്റൻഷൻ ഉണ്ടോ എന്നല്ല അറിയേണ്ടത്, ശരിയല്ലേ? അല്ലേ? അപ്പൊ ടേക്ക് ഓവർ ചെയ്യാനുള്ള ഇന്റൻഷൻ ഉണ്ടോ എന്ന് നമുക്ക് അറിയണം. ആ ചോദ്യത്തിനുള്ള മറുപടി നമ്മളുടെ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറിൽ ഉണ്ടോ? കൃഷ്ണശ്രീ ബാബു, ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇല്ല എന്നുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളുടെ റിസർച്ച് പ്രോബ്ലം. കൃഷ്ണശ്രീ ബാബുവിന്റെയും എന്റെയും അമൃതയുടെയും രജിതയുടെയും പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ്. അല്ലാതെ നമുക്ക് ഈ ഇന്റൻഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല. ആ എക്സിസ്റ്റിംഗ് ഇഷ്യൂവിനുള്ള സൊല്യൂഷൻ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, കുട്ടികൾക്ക് ഇന്റൻഷൻ ഉണ്ടാക്കാന്നുള്ള ഉത്തരവാദിത്തം ആർക്കാ? അത് അതോറിറ്റിക്കാണ്, നമ്മളുടെ ഉത്തരവാദിത്തമല്ല. അക്കാഡമീഷ്യന്റെ ഉത്തരവാദിത്തം എന്താണ്? ഇന്റൻഷൻ ഉണ്ടോ ഇല്ലയോ അത് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ലക്ഷ്യം. ക്ലിയർ ആയല്ലോ? സോ ദാറ്റ് ഈസ് എ ഗ്യാപ്പ് ഇൻ എക്സിസ്റ്റിംഗ് നോളജ് ദാറ്റ് നീഡ്സ് ടു ബി അഡ്രസ്ഡ്. ഓക്കെ, അതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നിങ്ങൾക്ക് ഏതായാലും സിയും ഡിയും അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടാണല്ലോ നിങ്ങൾ എഴുതിയത്. സോ എ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് കണ്ടക്ടിങ് എ ലിറ്ററേച്ചർ റിവ്യൂ ഇൻ റിസർച്ച്? രണ്ടുപേരും ആൻസർ ചെയ്തിട്ടുണ്ട്. സി ആണ് ആൻസർ ചെയ്തിരിക്കുന്നത്. To identify what is already known and highlight the research. What is the primary purpose of conducting a literature review and research? Okay, സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോ എന്താണ് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യേണ്ടതിനാണ്? ടു ഐഡന്റിഫൈ വാട്ട് ഈസ് ഓൾറെഡി നോൺ ആൻഡ് ഹൈലൈറ്റ് ദ റിസർച്ച് ഗ്യാപ്പ്. അതായത് എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ എന്തൊക്കെയാ പറഞ്ഞു ചെയ്യുക, എന്തൊക്കെയാണ് നോൺ ആയിട്ടുള്ളത്, ഓക്കെ, അത് കണ്ടെത്തുക. ദെൻ ഹൈലൈറ്റ് ദ റിസർച്ച് ഗ്യാപ്പ്. എന്താണ് ഇനി നമുക്ക് കണ്ടെത്താനുള്ളത്, അത് ഹൈലൈറ്റ് ചെയ്യുക. ദാറ്റ് ഈസ്, അതിനാണ് റിസർച്ച് ഗ്യാപ്പ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണ് സി. റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ടു സ്റ്റേറ്റ്മെന്റ്. കണ്ടോ, ഇവിടെ നമുക്ക് കുറച്ച് സമയം കൺസ്യൂം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആവുന്നത്. സോ പെട്ടെന്ന് ആൻസർ ചെയ്യാം. കേരള ആൻസർ വന്നിട്ടുണ്ട്. ഡി ആണ് ആൻസർ വന്നിരിക്കുന്നത്.
ആൻസറിലേക്ക് നോക്കാം. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ അവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ലിറ്ററേച്ചർ റിവ്യൂസ് ഷുഡ് ഓൺലി ഇൻക്ലൂഡ് സോഴ്സസ് ദാറ്റ് സപ്പോർട്ട് ദ റിസർച്ച് ഹൈപ്പോത്തിസിസ്. അതായത് ഞാൻ ചോദിക്കട്ടെ കൃഷ്ണശ്രീ ബാബു, റിസർച്ച് ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ലിറ്ററേച്ചർ റിവ്യൂ എന്നല്ലേ കിട്ടുക? അതെ. അതെ. അപ്പൊ അത് ഫോൾസ് ആണോ ട്രൂ ആണോ? അത് പക്ഷെ ഓൺലി ഇൻക്ലൂഡ്സ് എന്ന് ഓൺലി പറഞ്ഞു. എന്ന് പറയുമ്പോൾ പ്രശ്നം, ഓൺലി എന്ന് പറയുമ്പോൾ ഇഷ്യൂ. കാരണം നമുക്കൊരു നമ്മുടെ ഹൈപ്പോത്തിസ്, റിസർച്ച് ഹൈപ്പോത്തിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്നത്. നമുക്ക് എക്സിസ്റ്റിംഗ് തിയറി എന്താ പറയണമെന്ന് അറിയണം. അത് കൂടാതെ ഇപ്പോ നമുക്ക് ഏത് മെത്തഡോളജിയിലൂടെയാണ് നമുക്ക് റിസർച്ച് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ റിസർച്ച് പ്രോബ്ലമായി കണക്റ്റഡ് ആയിട്ടുള്ള വേറെ കുറെ റിസർച്ചുകളാണ് ചിലപ്പോൾ അമേരിക്കയിലും കാനഡയിലും ചെയ്തിരിക്കുന്നത്. അവരെന്ത് മെത്തഡോളജി യൂസ് ചെയ്തത്, അവരെന്ത് ക്വസ്റ്റ്യനാ ചോദിച്ചേ. അപ്പൊ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലിറ്ററേച്ചർ റിവ്യൂ എന്ന ഹൈപ്പോത്തിസിന് വേണ്ടിയിട്ടുള്ള സാധനം മാത്രമല്ല എടുക്കുന്നത്, അതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ലിറ്ററേച്ചർ റിവ്യൂ എടുക്കുന്നുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആണ്. പക്ഷെ ഇത് ഓൺലി എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തുകൊണ്ട് എന്താണ്? അത് ഫോൾസ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, then second statement, a comprehensive literature review include both supporting and opposing views. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചു ആറ്റിറ്റ്യൂഡും ഇന്റൻഷനും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള ലിറ്ററേച്ചറുകളും നമ്മൾ റിവ്യൂ ചെയ്യും, ബന്ധമില്ല എന്ന് പറയുന്നത് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യും. ഓപ്പോസ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, രണ്ടിനും നമ്മൾ എന്ത് ചെയ്യും? പരിഗണിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യണമെന്ന് അറിയോ? ഇപ്പോ കൃഷ്ണശ്രീ ബാബുവിന് ഉത്തരം കിട്ടിയത് എന്താ? ആറ്റിറ്റ്യൂഡും ഇന്റൻഷനും തമ്മിൽ പരസ്പര ബന്ധം ഉണ്ടെന്നാണ് ഡാറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരമെങ്കിൽ കൃഷ്ണശ്രീ ബാബു എന്ത് ചെയ്യും? ഈ ലിറ്ററേച്ചറിനെ വെച്ചിട്ട് പറയാം, കണ്ടോ ഇന്ന ലിറ്ററേച്ചറിൽ പറഞ്ഞു അവർക്ക് ഇത് ആറ്റിറ്റ്യൂഡ് ഇന്റൻഷൻ തമ്മിൽ ബന്ധം ഉണ്ടെന്നാണ് കിട്ടിയത്, എനിക്കും അങ്ങനെയാണ് കിട്ടിയത്. സോ എന്റെ ഫൈൻഡിങ്സും ഇവരുടെ ഫൈൻഡിങ്സും എന്ത് ചെയ്യുന്നു? ചേർന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? ഫൈൻഡിങ്സിൽ കൃഷ്ണശ്രീ ബാബു അവരെയും കൂടി സൈറ്റ് ചെയ്ത് എഴുതും. ക്ലിയർ ആയോ? അതേസമയം കൃഷ്ണശ്രീ ബാബുവിന് എന്താ കിട്ടിയത്? കുറെ ആളുകൾ റിസർച്ചിൽ പറയാണ് ആറ്റിറ്റ്യൂഡ് ഇന്റൻഷൻ തമ്മിൽ ബന്ധമുണ്ട്. കൃഷ്ണശ്രീ ബാബു അസംഷൻ എഴുതാണ് ആറ്റിറ്റ്യൂഡ് ഇന്റൻഷൻ തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളത്. പക്ഷേ കിട്ടിയ ഉത്തരം എന്താ? ആറ്റിറ്റ്യൂഡ് ഡസ് നോട്ട് റിലേറ്റഡ് ടു ഇന്റൻഷൻ എന്നാണ് കിട്ടിയതെങ്കിൽ കൃഷ്ണശ്രീ ബാബു എന്ത് ചെയ്യും? ഉത്തരം എഴുതുമ്പോൾ പറയും ആറ്റിറ്റ്യൂഡ് ഇന്റൻഷൻ തമ്മിൽ ബന്ധമല്ല എന്നാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് മാത്രമല്ല കിട്ടിയത്, മുന്നേ റിസർച്ച് ചെയ്ത 2-3 ആളുകൾക്ക് ഇവർക്ക് കൂടി ഇങ്ങനെയുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യും? അവരെ കൂടി സൈറ്റ് ചെയ്യും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കുന്ന സപ്പോർട്ടിങ് ഓപ്പോസിംഗ് വ്യൂസ് ഒക്കെ നമ്മൾ എടുക്കും. സോ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ട്രൂ ആണ്. സോ ആൻസർ ഈസ് ഡി. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്. 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് റൈറ്റ് ആൻസറിൽ. എ തന്നെയാണ് ഇവിടെ ഒരാളെ എ എന്ന് പറയുന്ന ആൻസർ വന്നിട്ടുണ്ട്. ഒരാൾ മാത്രമാണ് ആൻസർ ചെയ്തിട്ടുള്ളൂ. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ പെട്ടെന്ന് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ആൻസറിലേക്ക് പോവാണ്. ഗിവൺ ബിലോ 2 സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1,
ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് ഫോക്കസ് ഓൺ ന്യൂമറിക്കൽ ഡാറ്റ ആൻഡ് സ്റ്റാറ്റിക് അനാലിസിസ്. ശരിയാണ് അല്ലെ? ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് എന്ന് വെച്ചാൽ ന്യൂമറിക്കൽ ഡാറ്റ വെച്ചിട്ടാണ് ചെയ്യുന്നത്, സ്റ്റാറ്റിക് അനാലിസിസ് ചെയ്യുന്നതാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്. Statement 2, qualitative research methods are primarily concerned with understanding the meanings and experience. Okay. അത് നമ്മൾ അതിന്റെ മീനിങ്സും എക്സ്പീരിയൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. സോ റൈറ്റ് ആൻസർ ആണ്. സോ റൈറ്റ് ആൻസർ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ. അടുത്ത ഇതിൽ വെക്കുമ്പോൾ ടൈപ്സ് ഓഫ് റിസർച്ചിലേക്ക് നമ്മൾ ഒന്നുകൂടി നോക്കുന്നത്. സോ ടൈപ്സ് ഓഫ് റിസർച്ചിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പല ടൈപ്പ് ഓഫ് റിസർച്ച് ഉണ്ട്. ഹലോ, കേൾക്കാവോ? കൃഷ്ണശ്രീ, അമൃത, രജിത. ഓക്കെ, അമൃത എൽ ഉണ്ട്, രജിത ഉണ്ട്. ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഒന്ന് രണ്ടുപേരും. ഓക്കെ, ടൈപ്സ് ഓഫ് റിസർച്ചിൽ പർപ്പസ് അനുസരിച്ചും പ്രോസസ് അനുസരിച്ചും ഔട്ട്കം അനുസരിച്ചും അത്ര ടൈപ്പ് ഓഫ് റിസർച്ചുകളുണ്ട്. ഓക്കെ, പർപ്പസ് അനുസരിച്ച് നമ്മൾ റിസർച്ചിനെ നമ്മൾ ഡെസ്ക്രിപ്റ്റീവ്, അനലിറ്റിക്കൽ, എക്സ്പ്ലോറേറ്റീവ്, പ്രെഡിക്റ്റീവ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കാറ്റഗറൈസ് ചെയ്യുന്നു. നമുക്ക് റിസർച്ചിനെ പല പ്രോസസ്സിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ക്വാളിറ്റേറ്റീവ് പ്രോസസ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് പ്രോസസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഉണ്ട്, എത്നോഗ്രാഫിക് ഉണ്ട്, നെറേറ്റീവ് ഉണ്ട്. ഈ റിസർച്ചുകളൊക്കെ നമ്മൾ ക്വാളിറ്റേറ്റീവ് അപ്രോച്ചിലൂടെയാണ് കൂടുതൽ ചെയ്യുന്നത്. ഡെസ്ക്രിപ്റ്റീവ്, കോറിലേഷണൽ, ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച് ഒക്കെ നമ്മൾ കൂടുതലും ക്വാണ്ടിറ്റേറ്റീവ് പ്രോസസ്സിലൂടെയാണ് ചെയ്യുന്നത്. ഔട്ട്കം അനുസരിച്ച് നമുക്ക് റിസർച്ചിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് അപ്ലൈഡ് റിസർച്ച്, സെക്കൻഡ് വൺ ആണ് ഫണ്ടമെന്റൽ ഓർ ബേസിക് ഓർ പ്യൂർ റിസർച്ച്. ഓക്കെ, അപ്ലൈഡ് റിസർച്ചിന്റെ ഒരു സബ് ഐറ്റംസ് ആണ് വരുന്നത് ആക്ഷൻ റിസർച്ച്, ഇവാലുവേഷൻ റിസർച്ച്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, അതർ ടൈപ്പ് ഓഫ് റിസർച്ചിൽ വരുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിൽ, ക്രോസ് സെക്ഷനിൽ, ലബോറട്ടറി, കൺസെപ്റ്റൽ, കേസ് സ്റ്റഡി, എക്സ്പോസ് ഫാക്ടർ, കോസൽ, എക്സ്പ്ലാനറ്ററി, പൊസിഷൻ പേപ്പർ. ഓക്കെ, ഇനി ഓരോന്ന് പെട്ടെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ ഇപ്പോഴത്തെ റിസർച്ച് പ്രോബ്ലം എന്താണ്? കൃഷ്ണശ്രീ ബാബു ഒന്ന് പറയാവോ? ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റൻഷൻ. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ഇന്റൻഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ആറ്റിറ്റ്യൂഡ് ഇന്റൻഷനും തമ്മിൽ തിയറട്ടിക്കലി വല്ല ബന്ധമുണ്ടോ? ഇല്ലേ? ഉണ്ട്. അത് ആരാ തിയറി പറഞ്ഞിരിക്കുന്നത്? തിയറി ഓഫ് പ്ലാന്റ് ബിഹേവിയർ എന്ന് പറഞ്ഞ തിയറിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അജസന പറഞ്ഞിരിക്കുന്നത് ആറ്റിറ്റ്യൂഡ് ഇന്റൻഷൻ തമ്മിൽ ബന്ധമുണ്ട്. അതിന് ഹ്യൂമൻ ബിഹേവിയർ തിയറിയാണ്, ശരിയല്ലേ? നമ്മൾ പഠിക്കുന്നത് കുട്ടികളുടെ ഇന്റൻഷനെ പറ്റിയാ പഠിക്കാൻ പോണത്. കുട്ടികൾ ഹ്യൂമൻ ബിഹേവിയർ അല്ലേ? അതെ. ഈ അജസൻ എന്ന് പറയുന്ന റിസർച്ചർ തിയറി ഓഫ് പ്ലാന്റ് ബിഹേവിയറില് കേരളത്തിലെ കുട്ടികൾ അല്ലെങ്കിൽ ലോകത്തിലെ കുട്ടികൾക്ക് ബിസിനസ് തുടങ്ങാനുള്ള ഇന്റൻഷനെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഹ്യൂമൻ ബിഹേവിയറിന് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഇന്റൻഷൻ ഉണ്ടാവും എന്നുള്ളൊരു കോമൺ തിയറി പറഞ്ഞിരിക്കുന്നത്, ശരിയല്ലേ? ആ തിയറിനെ നമ്മൾ നമ്മളുടെ റിസർച്ചിലേക്ക് കൊണ്ടുവന്നതാ, ശരിയല്ലേ? അതെ. സോ നമ്മളുടെ റിസർച്ചിന്റെ പർപ്പസ് എന്താ? ഒരു എക്സിസ്റ്റിംഗ് തിയറീനെ വച്ചിട്ടാണ് നമ്മൾ എന്തിനെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? നമ്മളുടെ റിസർച്ച് പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതല്ലേ നമ്മളുടെ പർപ്പസ്, ശരിയല്ലേ? അതെ. അല്ലാതെ പുതിയൊരു തിയറി ഡെവലപ്പ് ചെയ്യലല്ല, ഒരു എക്സിസ്റ്റിംഗ് തിയറീനെ വെച്ചിട്ട് ഒരു പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്യാന്നുള്ളതാണ്. ദാറ്റ് ഈസ് വി ആർ ഡിസ്ക്രൈബിങ് ആൻ എക്സിസ്റ്റിംഗ് തിയറി ഇൻ എ ന്യൂ കോണ്ടെക്സ്റ്റ്. ക്ലിയർ ആയോ? ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് വിളിക്കുന്നത്. അപ്പോ ഒരു എക്സിസ്റ്റിംഗ് തിയറിയുടെ സഹായത്തോട് കൂടിയിട്ട് ഒരു പുതിയൊരു കോണ്ടെക്സ്റ്റിനെ അഡ്രസ് ചെയ്യാനായിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നതെങ്കിൽ അതാണ് നമ്മളുടെ പർപ്പസ് എങ്കിൽ നമ്മൾ ഏത് റിസർച്ച് ഡിസൈനാ ചെയ്യേണ്ടത്? ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്തത് ഈ തിയറി ഓഫ് പ്ലാന്റ് ബിഹേവിയർ എന്ന് പറഞ്ഞ തിയറി അഡ്ജസൻ ഉണ്ടാക്കിയ സമയത്ത് ആറ്റിറ്റ്യൂഡ് എന്നുള്ള വേർഡും ഇല്ല, ഇന്റൻഷൻ എന്നുള്ള സംഭവം ഇല്ല, ശരിയല്ലേ? അപ്പൊ ആദ്യമായിട്ടാണ് ഈ ഒരു തിയറി അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു ഹ്യൂമൻ ബിഹേവിയറൽ തിയറി ഡെവലപ്പ് ചെയ്തപ്പോൾ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറിന്റെ അഭാവത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ ഒരുപാടുണ്ട്. അജസൻ ഇങ്ങനെ ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള തിയറീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല, പുതിയൊരു തിയറിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ അദ്ദേഹം ചെയ്ത പർപ്പസ് എന്താണ്? എക്സ്പ്ലോറിംഗ് ന്യൂ തിയറി. സോ അദ്ദേഹം ചെയ്യുന്ന റിസർച്ച് ഏതാ? എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണ്. മനസ്സിലായോ? ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ച ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ അതിനു മുമ്പ് ആരെങ്കിലും
ഈ നമ്മുടെ ഇത് എന്താണ് ഫോഴ്സും മാസുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അദ്ദേഹം ചെയ്ത റിസർച്ച് ഏതാ? ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച് അല്ല, എക്സ്പ്ലോറേറ്ററി ആണ്. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. മനസ്സിലായി. അപ്പോ കൃഷ്ണശ്രീ ബാബു ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു വണ്ടി. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? മുമ്പോട്ട്. നേരെ മുമ്പോട്ട് പോയി അല്ലേ? ശരിയല്ലേ? അപ്പൊ അങ്ങോട്ട് പോയത് എന്തുകൊണ്ടാ സംഭവിച്ചത്? എന്തുകൊണ്ടാ? ഇതെന്താ ഈ ഇദ്ദേഹത്തിന്റെ ലോഡ് സംഭവമാണ്, ശരിയല്ലേ? അപ്പൊ ആ ലോഡ് സംഭവം നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്താണ്? നമ്മൾ അവിടെ ചെയ്യുന്നത് ഡിസ്ക്രൈബിങ് ആൻഡ് എക്സിസ്റ്റിംഗ് തിയറി ഇൻ എ ന്യൂ കോണ്ടെക്സ്റ്റ് ആണ് ചെയ്യുന്നത്, ശരിയല്ലേ? ഓക്കെ, അപ്പോ ഇതാണ് എക്സ്പ്ലോറേറ്ററി, ഇതാണ് ഡെസ്ക്രിപ്റ്റീവ്. ഓക്കെ, ഇനി അടുത്താണ് അനലിറ്റിക്കൽ. ഇതിനിടയിൽ വരുന്ന ഒരു സാധനമാണ് അനലിറ്റിക്കൽ. ദെൻ വാട്ട് ഈസ് അനലിറ്റിക്കൽ? നമ്മളിവിടെ ആറ്റിറ്റ്യൂഡും ഇന്റൻഷനും തമ്മിൽ ബന്ധമുണ്ട്. കുട്ടികൾക്ക്, കേരളത്തിലെ കുട്ടികൾക്ക് എന്താണ് ഫാമിലി ബിസിനസ് ടേക്ക് ഓവറുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്നും ഇന്റൻഷൻ ഉണ്ടെന്നും ഇത് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടെത്തി ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിലൂടെ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. അത് നമ്മൾ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ മെയില് കുട്ടികളാണെങ്കിൽ ഈ ഇന്റൻഷൻ നല്ല രീതിയിലുണ്ട്, പക്ഷെ ഫീമെയിൽ കുട്ടികളാണെങ്കിൽ ഈ ഇന്റൻഷൻ നല്ല രീതിയിൽ ഇല്ല എന്നാണ് എനിക്ക് ഉത്തരം കിട്ടിയത്. അപ്പൊ അവിടെ പുതിയൊരു ചോദ്യം വന്നത് എന്തുകൊണ്ട്? ക്ലിയർ ആയല്ലോ? ആ റീസൺ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അനലിറ്റിക്കൽ റിസർച്ച്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഒരു കോസിനെ ഐഡന്റിഫൈ, അതിന്റെ എന്തുകൊണ്ടാണ് അങ്ങനെ, എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നതിലേക്ക് പോവാണെങ്കിൽ അനലിറ്റിക്കൽ റിസർച്ച്. ദെൻ പ്രഡിക്റ്റീവ് ഓർ ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്റ്റിനെ വെച്ചിട്ട് ഫ്യൂച്ചറിനെ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു റിസർച്ച് ആണ് പ്രഡിക്റ്റീവ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2018 വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പൊ അന്ന് മഴ ഏതൊക്കെ മാസത്തിൽ പെയ്തു, എത്ര സെന്റിമീറ്റർ പെയ്തു എന്നുള്ള റിസൾട്ട് ഉണ്ട്. ഇപ്പൊ 2024 എത്തി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ പറയും എന്താണ്, ഓക്കെ, കഴിഞ്ഞ 2018 പോലെ അതേ മഴയുടെ പാറ്റേൺ തന്നെയാണ് ഇത്തവണ വരുന്നതെങ്കിൽ ഒരു ഓഗസ്റ്റിലോ ജൂലൈ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കോ വെള്ളപ്പൊക്കം ഉണ്ടെന്ന് നമുക്ക് എന്തെങ്കിലും പ്രിഡിക്ട് ചെയ്യാം, ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യണത്? പാസ്റ്റിനെ വെച്ച് ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് പ്രഡിക്റ്റീവ് ഓർ ഡയഗ്നോസ്റ്റിക് റിസർച്ച്. അപ്പൊ നമ്മളുടെ പർപ്പസ് എന്ന് പറയുന്നത് പ്രെഡിക്റ്റ് ചെയ്യാനാണെങ്കിൽ പ്രഡിക്റ്റീവ് ഓർ ഡയഗ്നോസ്റ്റിക് റിസർച്ച് ആണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ഏത് റിസർച്ച് ചൂസ് ചെയ്യുന്നത്? ഡെസ്ക്രിപ്റ്റീവ് ആണോ, അനലിറ്റിക്കൽ ആണോ, എക്സ്പ്ലോറേറ്ററി ആണോ, പ്രഡിക്റ്റീവ് ആണോ? ഇതിനു വേണ്ടിയിട്ട് ഏതിനു വേണ്ടിയിട്ട്? ഓക്കെ, ഫൈൻ, ഡെസ്ക്രിപ്റ്റീവ് ആണ്. ഇനി നമ്മൾ ഏത് പ്രോസസ്സിലൂടെയാണ് ചെയ്യുന്നത്? ക്വാളിറ്റേറ്റീവ് ആണോ, ക്വാണ്ടിറ്റേറ്റീവ് ആണോ? ക്വാണ്ടിറ്റേറ്റീവ്. അപ്പൊ മനസ്സിലായോ? അപ്പൊ നമ്മളുടെ ഒരു മെത്തഡോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെത്തഡോളജി മാത്രമായിരിക്കില്ലേ, പലതിന്റെ മിക്സപ്പ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക, ശരിയല്ലേ? അപ്പൊ നമുക്ക് വേണ്ടത് ക്വാളിറ്റേറ്റീവ് അല്ല ക്വാണ്ടിറ്റേറ്റീവ് ആണ് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച് ക്വാണ്ടിറ്റേറ്റീവ് വെച്ച് മാത്രമാണ് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ട് ചെയ്യാം. പക്ഷേ കൂടുതൽ ഡെസ്ക്രിപ്റ്റീവ് റിസർച്ചുകൾ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തഡോളജിയിലാണ് ചെയ്യുന്നത്. കോറിലേഷൻ റിസർച്ച്, ക്വാസി എക്സ്പെരിമെന്റലൊക്കെ കൂടുതൽ എങ്ങനെ ചെയ്യുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ റിസർച്ചും എത്നോഗ്രാഫിക്കൽ നറേറ്റീവ് റിസർച്ച് ഒക്കെ ക്വാളിറ്റേറ്റീവ് ആയിട്ടാണ് കൂടുതൽ ചെയ്യുക. വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്? നമ്മൾ കഴിഞ്ഞ ചരിത്രത്തെ കുറിച്ച് പഠിക്കുക. അതെന്താണ്? അത് ക്വാളിറ്റേറ്റീവ് അപ്രോച്ചിലൂടെ ചെയ്യും. ക്ലിയർ ആയല്ലോ? എത്നോഗ്രാഫിക് റിസർച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളുടെ കൾച്ചറിനെ പറ്റി പഠിക്കുന്നതാണ് എത്നോഗ്രാഫിക് റിസർച്ച് എന്നാണ് അതിനെ പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്. അതും ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് തന്നെയാണ്. ക്വാളിറ്റേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമില്ല, നമ്മൾ ആളുകളുടെ കൾച്ചർ പഠിക്കുന്നത് എങ്ങനെയാ, അത് മെഷർ ചെയ്തിട്ടല്ല, ആളുകളുടെ കൾച്ചർ എന്താണെന്ന് ചോദിച്ച് അവരായിട്ട് ഡിസ്കസ് ചെയ്ത് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നറേറ്റ് ചെയ്തിരുന്ന രീതിയാണ്. മനസ്സിലായി? അത് പ്യുവർ ക്വാളിറ്റേറ്റീവ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് എത്നോഗ്രാഫി. മൂന്നാമത്തെയാണ് നറേറ്റീവ് റിസർച്ച്. എന്താണ് നറേറ്റീവ് റിസർച്ച്? നറേറ്റ് ചെയ്ത് എഴുതുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്ഥലത്ത് ഒരു കുട്ടി എന്താണ് ഈ മറവിൽ ഓട്ടിസം ബാധിച്ചൊരു കുട്ടി. ഈ കുട്ടി എന്താ ചെയ്യണത്? ഈ കുട്ടിക്ക് ആ ഫാമിലി ആ കുട്ടീനെ ഒരു പ്രത്യേക രീതിയിലായിരിക്കും വളർത്തുന്നത്, ശരിയല്ലേ? ആ കുട്ടീനെ നമ്മൾ റിസർച്ചറായിട്ടുള്ള നമ്മൾ ചെന്നിട്ട് ആ കുട്ടീനെ ഒരു സ്പെസിഫിക് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോയിട്ട് പാട്ട് കേൾപ്പിക്കുകയും ഒരു വ്യത്യസ്ത അപ്രോച്ചിലൂടെ ആ കുട്ടീനെ നമ്മൾ പരിചരിക്കാൻ ശ്രമിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോ ദിവസം ആ കുട്ടിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും.
അപ്പൊ നമ്മൾ ഒരു പ്രത്യേക സെറ്റിങ്ങിൽ നിന്ന് വേറെ സെറ്റിങ്ങിലേക്ക് ആ കുട്ടീനെ കൊണ്ടുപോയിട്ട് ഓരോ ദിവസം ആ കുട്ടിയുടെ മാറ്റങ്ങൾ നമ്മൾ എഴുതി പോകും. ഇങ്ങനെ ചെയ്യുന്ന റിസർച്ച് ആണ് നറേറ്റീവ്. അതൊരു ടൈപ്പ് ഓഫ് എക്സ്പെരിമെന്റിൽ പോലെ വരുന്നതാണെങ്കിലും പക്ഷെ അത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടല്ല മെഷർ ചെയ്യണത്. നമ്മൾ എന്താ ചെയ്യുന്നത്, ക്വാളിറ്റേറ്റീവ് ആയിട്ട് ആ കുട്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ചെയ്യുന്ന ഒരു രീതിയാണ്. ദാറ്റ് ഈസ് കോൾഡ് നറേറ്റീവ് റിസർച്ച്. അപ്പൊ നറേറ്റീവ് റിസർച്ച് നമ്മൾ ക്വാളിറ്റേറ്റീവ് അപ്രോച്ചിലൂടെയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്തതാണ് ഈ ക്വാണ്ടിറ്റേറ്റീവിൽ ഡെസ്ക്രിപ്റ്റീവ് നമ്മൾ പറഞ്ഞു. അടുത്താണ് കോറിലേഷൻ റിസർച്ച്. കോറിലേഷൻ റിസർച്ച് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ആറ്റിറ്റ്യൂഡ് ഇന്റൻഷനായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ കോറിലേഷൻ റിസർച്ച് ചെയ്യും. ഒരു വേരിയബിളും മറ്റൊരു വേരിയബിളും തമ്മിൽ റിലേഷൻ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോറിലേഷൻ റിസർച്ച് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ദെൻ അടുത്താണ് ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ. അതിനു മുമ്പേ തന്നെ ഞാൻ എക്സ്പെരിമെന്റൽ പറഞ്ഞുതരാം. എക്സ്പെരിമെന്റൽ എന്ന് വെച്ചിട്ട് വേറെ ഒന്നുമില്ല. ഇപ്പോ ഞാനൊരു വളം കണ്ടെത്തി. ഞാൻ എന്ത് കണ്ടെത്തി? ഒരു വളം കണ്ടെത്തി. ഈ വളം ഉപയോഗിച്ചാൽ ഈ ചെടി നന്നായിട്ട് വളരും എന്നുള്ളതാണ് എനിക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, പ്യുവർ എക്സ്പെരിമെന്റ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു 100 ചെടികൾ ഞാൻ എന്ത് ചെയ്യും എന്റെ ഇതിലുണ്ട്, സ്ഥലത്തുണ്ട്. ആ 100 എണ്ണത്തിൽ നിന്ന് ഒരു 10 പ്ലാന്റുകൾ ഞാൻ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യും. മനസ്സിലായോ? എനിക്ക് ഇഷ്ടമുള്ളതല്ല, ഏതെങ്കിലും ഒരു 10 എണ്ണം റാൻഡം ആയിട്ട് ഞാൻ സെലക്ട് ചെയ്യും. ഈ 10 എണ്ണത്തിൽ നിന്ന് 5 എണ്ണത്തിനെ ഞാൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റാൻഡം ആയിട്ട് ഒരു സെറ്റപ്പിലേക്കും ഒരു ലബോറട്ടറിയിലേക്കും വേറൊരു 5 എണ്ണത്തിനെ വേറൊരു സെറ്റപ്പിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു. ഓക്കെ. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടിക്ക് വളരണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? സൂര്യൻ ഉണ്ടാവണം, വെള്ളം ഉണ്ടാവണം, മണ്ണ് ഉണ്ടാവണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടാവും. വളം ഉണ്ടാവണം, അത് ഓക്കെ. അപ്പൊ ഒരു ചെടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു 4 ഫാക്ടർ ആണെന്ന് വിചാരിക്കും. 4 ഫാക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് വേണം, വെള്ളം വേണം, സൺലൈറ്റ് വേണം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണം എന്നുള്ളതാണ്. സോ ഈ പറഞ്ഞ 4 അല്ലെങ്കിൽ 3 ഫാക്ടറുകൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ടെസ്റ്റ് ചെയ്യണ ഒരു സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തു, ഇട്ടു. ഓക്കെ. അപ്പൊ ഇവിടെ 5 ചെടി ഉണ്ട്. 1, 2, 3, 4, 5 ചെടി. ഈ 5 ചെടിക്കും ഈ 4 കാര്യങ്ങൾ ഇട്ട് കൊടുത്തു. ഇവിടെയുള്ള ഈ 5 ചെടിക്ക് ഞാൻ എന്ത് ചെയ്തു, ഇതേ 4 കാര്യങ്ങൾ തന്നെ അതേ അളവിൽ തന്നെ, ഇവിടെ ഏത് അളവിലാണോ കൊടുത്തത് അതേ അളവിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ മണ്ണും ഇവിടെ കൊടുത്ത അതേ മണ്ണും ഇവിടെ കൊടുത്ത അതേ വെള്ളവും എല്ലാ കണ്ടന്റ് അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാൻ ഈ 5 എണ്ണത്തിനും കൊടുത്തു. അതിന് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഞാൻ ഫെർട്ടിലൈസർ യൂസ് ചെയ്തു, ഇവിടെ എന്ത് യൂസ് ചെയ്തില്ല, ഫെർട്ടിലൈസർ യൂസ് ചെയ്തില്ല. അപ്പൊ എന്താ ചെയ്യണത്, ഇവിടെയുള്ള ഈ ചെടികൾക്ക് ഗ്രോത്ത് കൂടുതൽ ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം അത് വളത്തിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഞാൻ എന്താ ചെയ്തത്, ഇവിടെ ഒരു കാര്യത്തിനെ ഞാൻ കൊണ്ടുവന്നു പുതിയതായിട്ട്, ഇവിടെ ഒരു കാര്യത്തിനെ ഞാൻ എന്ത് ചെയ്തു, ആബ്സെന്റ് ആക്കി. ശരിയല്ലേ? ഇതിനാണ് മാനിപ്പുലേറ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മാനിപ്പുലേറ്റിംഗ് ദ വേരിയബിൾ എന്ന് വെച്ചാൽ ചെടിക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള വേരിയബിൾസ് ഏതൊക്കെയാ? വെള്ളം, മണ്ണ്, സൺലൈറ്റ്, ടെമ്പറേച്ചർ, ഇതൊക്കെ വേണം. ഓക്കെ, ശരിയല്ലേ? പിന്നെ എന്ത് വേണം? വളം വേണം. ഒരു സ്ഥലത്ത് വളം ഇട്ടു, ഒരു സ്ഥലത്ത് വളം ഇട്ടില്ല. ദാറ്റ് ഇസ് മാനിപ്പുലേറ്റ് ചെയ്തു. ഒരു സ്ഥലത്ത് വളം ഇടുകയും ഒരു സ്ഥലത്ത് വളം ഇടാതിരിക്കുകയും ചെയ്യും. ക്ലിയർ ആയല്ലോ? ഓക്കെ. ദെൻ കൺട്രോളിംഗ് ദ വേരിയബിൾ. കൺട്രോളിംഗ് ദ വേരിയബിൾ എന്ന് വെച്ചാൽ എന്താ, ഇവിടെ ഈ 4 കാര്യങ്ങളും കൊടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ഈ ഗ്രൂപ്പിൽ ഞാൻ എന്ത് ചെയ്തു, വെള്ളവും കൊടുത്തു, മണ്ണും ഇട്ടു, ടെമ്പറേച്ചറും മെയിൻറ്റെയിൻ ചെയ്തു, സൂര്യനെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, അതായത് സൂര്യന്റെ വെട്ടം അതിലേക്ക് അടുപ്പിച്ചു. ഓക്കെ. ആ 4 വേരിയബിളിനെ കൺട്രോൾ ചെയ്തു. അതുപോലെ തന്നെ അതേ ഇവിടെ ഏത് ക്വാണ്ടിറ്റിയിലാണോ ഞാൻ കൺട്രോൾ ചെയ്തത് അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ കൺട്രോൾ ഗ്രൂപ്പിൽ ഈ 5 ചെടി ഇവിടെ നട്ട് ഈ 5 ചെടിക്ക് ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു, ഇവിടെ കൊടുത്ത അതേ അളവിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, കൊടുത്തു. ദാറ്റ് ഈസ് കൺട്രോളിംഗ് ദ വേരിയബിൾ. അപ്പോ എന്താ ചെയ്യുന്ന, കൺട്രോളിംഗ് ഉണ്ട്, മാനിപ്പുലേഷൻ ഉണ്ട് എക്സ്പെരിമെന്റൽ റിസർച്ചിൽ. ഓക്കെ. അപ്പൊ അത് പക്കയായിരിക്കും. കൺട്രോൾ ഇത് നമുക്ക് അത് എന്തിന്റെ ഇതുകൊണ്ടാണെന്ന് അറിയാൻ പറ്റും, വളത്തിന്റെ അല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ. അതിനാണ് 2 സ്ഥലത്ത് ഒരേപോലെ ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്നത്. ദെൻ ക്വാസി എക്സ്പെരിമെന്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തില്ല, അങ്ങനെ ഒരു കൺട്രോളിംഗ് ഇല്ല. മനസ്സിലായോ? ഓക്കെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ എഡ്യൂലേറ്റ്സിന്റെ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ UGC നെറ്റ് വിൻ ആവോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ടെസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്താ തന്നെ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫാക്ടർ ഉണ്ട്? ഒന്ന് എഡ്യൂലേറ്റ്സ് പ്ലാറ്റ്ഫോം ഉണ്ട്, സെൽഫ് സ്റ്റഡി ഉണ്ട്, യൂട്യൂബ് ലെക്ചേഴ്സ് ഉണ്ട്, പല പല കുറെ വേരിയബിൾസ് ഉണ്ട്, ശരിയല്ലേ? അതുകൊണ്ടും കൃഷ്ണശ്രീ ബാബു വിജയിക്കാം, രജിത മിസ് വിജയിക്കാം, എല്ലാവരും വിജയിക്കാം. പക്ഷെ ഞാൻ എന്താ ചെയ്യണത്? ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എഡ്യൂലേറ്റ്സിന്റെ ക്ലാസ് തരുന്നു. പക്ഷേ നിങ്ങളുടെ ബാക്കിയുള്ള വേരിയബിൾസ് ആയിട്ടുള്ള യൂട്യൂബ് ലെക്ചേഴ്സ്, സെൽഫ് സ്റ്റഡീനെ അതിനൊന്നും എന്ത് ചെയ്യുന്നില്ല, കൺട്രോൾ ചെയ്യുന്നില്ല. കൃഷ്ണശ്രീ ബാബുവിന് വേണമെങ്കിൽ അത് കാണാം, കാണാതിരിക്കാം. രജിത മിസ്സിന് വേണമെങ്കിൽ കാണാം, കാണാതിരിക്കാം. അതിനെ എന്ത് ചെയ്യുന്നില്ല, കൺട്രോൾ ചെയ്യുകയോ മാനിപ്പുലേറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ക്ലിയർ ആയല്ലോ? അങ്ങനെ ചെയ്യുന്ന റിസർച്ചാണ് ക്വാസി എക്സ്പെരിമെന്റ്. ഒരു എക്സ്പെരിമെന്റ് ആണ്, പക്ഷെ എന്താണ്, ഒരു ഫുൾ എക്സ്പെരിമെന്റ് അല്ല, ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിലല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ക്വാസി എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സോ കൂടുതൽ ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ചും കോറിലേഷൻ റിസർച്ച് ഒക്കെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തഡോളജിയിലൂടെയാണ് ചെയ്ത് കാണാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ക്വാണ്ടിറ്റേറ്റീവ് ഇട്ടത്. ഓക്കെ, ദെൻ വരുന്നതാണ് ഔട്ട്കം. ഇതിന് രണ്ട് ഔട്ട്കം ഉള്ളത്. ഏത് റിസർച്ചിന് രണ്ട് ഔട്ട്കം ആണുള്ളത്? ഒന്ന് അപ്ലൈഡ്, ഒന്ന് ഫണ്ടമെന്റൽ ബേസിക് അല്ലെങ്കിൽ പ്യൂർ എന്ന് വിളിക്കും. ഫണ്ടമെന്റൽ ഓർ ബേസിക് ഓർ പ്യൂർ എന്ന് ഒറ്റ ഇത് തന്നെയാണ്. ഓക്കെ, കൃഷ്ണശ്രീ ബാബു ഞാൻ ചോദിക്കാണ്, ആറ്റിറ്റ്യൂഡ് ഇന്റൻഷൻ തമ്മിൽ പരസ്പര ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയല് നമ്മളുടെ എന്ത് ഉത്തരവാദിത്തം? നമുക്കൊരു നോളജ് സീക്ക് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തത്തോടുള്ള റിസർച്ച് ചെയ്ത്, ശരിയല്ലേ? സോ ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ റിസർച്ച്. മനസ്സിലായോ? നമ്മുടെ റിസർച്ചിന്റെ ഔട്ട്കം എന്താ? നമ്മളൊരു നോളജ് പ്രൊഡ്യൂസ് ചെയ്യലാണ്. സോ നമ്മുടെ റിസർച്ച് എന്താണ്? ഫണ്ടമെന്റൽ, ബേസിക് ഓർ പ്യൂർ റിസർച്ച് ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അതേസമയം 2018 ഇവിടെ കോവിഡ് ഉണ്ടായി, അല്ലെങ്കിൽ 2024 കോവിഡിന്റെ വാക്സിൻ ഉപയോഗിച്ച കുറച്ച് ആളുകൾ മരണപ്പെട്ടതായിട്ട് കുറച്ച് എന്ത് ചെയ്തു, റിപ്പോർട്ടുകൾ അങ്ങായിട്ടൊക്കെ വന്നിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ഒരു സർവേ നടത്താനായിട്ട് തീരുമാനിച്ചു. ഒരു 30 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. അപ്പൊ അതിനെന്ത് ചെയ്തു, ഒരു സ്പെസിഫിക് യൂണിവേഴ്സിറ്റി ആ വർക്ക് കോട്ട് ചെയ്തിട്ട് എടുത്ത് ചെയ്യണമെങ്കിൽ അവിടെ ആ യൂണിവേഴ്സിറ്റിയുടെ ലക്ഷ്യം ഒരു നോളജ് പ്രൊഡ്യൂസ് ചെയ്യലല്ല, എന്താണ്, ഒരു കാര്യം യഥാർത്ഥത്തിൽ കണ്ടെത്തി അതിന് എന്തെങ്കിലും കൃത്യമായിട്ടുള്ള ആരോഗ്യ വകുപ്പിന് അതിന് വേണ്ട സൊല്യൂഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കുക, പ്രാക്ടിക്കൽ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. മനസ്സിലായോ? അപ്പൊ റിസർച്ചിന്റെ ഔട്ട്കം എന്താണ്? അപ്ലൈ ചെയ്യലാണ്, നോട്ട് എ ഫണ്ടമെന്റൽ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ പല റിസർച്ചിനും പല ഔട്ട്കാണ്. ചിലത് അപ്ലൈഡ് ഉണ്ട്, ചിലത് ഫണ്ടമെന്റൽ. ക്ലിയർ ആയല്ലോ? അപ്പൊ അപ്ലൈഡ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സൊല്യൂഷൻ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ? അപ്ലൈഡിൽ തന്നെ 3 ടൈപ്പ് ഉണ്ട്. ആക്ഷൻ റിസർച്ച് ഉണ്ട്, ഇവാലുവേഷൻ റിസർച്ച് ഉണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഒരു കുട്ടി എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി. ആ ഒരു ഇഷ്യൂവിന് വലിയൊരു ഇഷ്യൂയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു ട്രിക്ക് യൂസ് ചെയ്തു. മനസ്സിലായോ? അല്ലെങ്കിൽ ക്ലാസ്സിലെ കുറച്ച് കുട്ടികളുടെ റിസൾട്ട് പെട്ടെന്ന് വളരെ മോശമായി, മോഡൽ എക്സാം എഴുതിയപ്പോഴത്തേക്ക് വളരെ മോശമായി. അപ്പൊ മെയിൻ എക്സാം തൊട്ടടുത്ത് വരാൻ പോവാണ്. അപ്പൊ അതിന് മുന്നേ തന്നെ വലിയൊരു റിസർച്ച് പരിപാടിയൊക്കെ നടത്തിയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് പ്രാക്ടിക്കലായിട്ട് ഒരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു സംഭവം അപ്ലൈ ചെയ്തു. സോ അതിനാണ് വിളിക്കുന്നത് ആക്ഷൻ റിസർച്ച്. സോ ആക്ഷൻ റിസർച്ച് എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് ഒരു ഔട്ട്കം ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ആണ്. പെട്ടെന്ന് സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് റിസർച്ച്. ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് അപ്ലൈഡ് റിസർച്ച്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്താണ് ഇവാലുവേഷൻ റിസർച്ച്. ഇവാലുവേഷൻ റിസർച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനം, ആ സ്ഥാപനത്തില് ആ ബിസിനസ് പ്രോഫിറ്റ് ആണോ ലോസിലാണോ പോകുന്നത്, കഴിഞ്ഞ 5 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒരു അനാലിസിസ് നടത്താനായിട്ട് ശ്രമിക്കുന്നു. ദാറ്റ് ഈസ് ആൻ അപ്ലൈഡ് റിസർച്ച്. കാരണം എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഒരു ബിസിനസ് തീരുമാനിച്ച് അവർക്ക് ഭയങ്കര ചെലവ് കൂടുതലായിട്ട് തോന്നി, ഓവർ ഹെഡ് കോസ്റ്റ് കൂടുതലായിട്ട് തോന്നി. അപ്പൊ ഓവർ ഹെഡ് കോസ്റ്റ് കുറയ്ക്കണം. അപ്പൊ അതിനെന്താ ചെയ്യുക? അവർ ഇവാലുവേഷൻ റിസർച്ച്, ദാറ്റ് ഇസ് അപ്ലൈഡ് റിസർച്ച്, പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനാണ് ഒരു കാര്യം. ക്ലിയർ ആയല്ലോ? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നമുക്കറിയാലോ. നമ്മൾ ഏത് പ്രൊഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാലും അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ എടുക്കും. ഇപ്പൊ ഡെക്കാത്തലോൺ, അതല്ലെങ്കിൽ പല പല സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ ചെറിയ രീതിയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ അല്ല എന്നുള്ളതൊക്കെ ചിലപ്പോൾ അവിടെ എവിടെയൊക്കെ ക്ലിക്ക് ചെയ്യാനൊക്കെ പറയും. അല്ലെങ്കിൽ നിങ്ങളൊരു കാർ പർച്ചേസ് ചെയ്ത് ഞാൻ ഒരു ഫോം ഒക്കെ ഫില്ല് ചെയ്യിപ്പിക്കും, ശരിയല്ലേ? ഇതെന്താണ്? അത് അവർക്ക് പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണെന്നുള്ളത്. ദാറ്റ് ഈസ് ആൻ അപ്ലൈഡ് റിസർച്ച്. അവരുടെ ലക്ഷ്യം എന്തല്ല, ഒരു നോളജ് ക്രിയേറ്റ് ചെയ്യുക, അക്കാഡമിക്സിലേക്ക് ഒരു തിയറി ഡെവലപ്പ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടിയാണ്.
അതെന്താണ് അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ആയിട്ട് ചെയ്യുന്നതാണ്. സോ ഇറ്റ്സ് ആൻ കൈൻഡ് ഓഫ് അപ്ലൈഡ് റിസർച്ച്. ക്ലിയർ ആയല്ലോ? ഓക്കെ ഓക്കെ. അപ്പൊ കൃഷ്ണശ്രീ ബാബു ഏതെങ്കിലും സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ ആ സ്ഥാപനം എന്തെങ്കിലും സർവേ ഫോം ഒക്കെ വല്ലതും തന്നിട്ടുണ്ടോ? ഈ ഡെക്കാത്രോണിൽ പോയിട്ടുണ്ടോ? ഉണ്ട്. അവിടെ നമ്മൾ ഒരു സ്ഥലത്ത് സ്ക്രീനിൽ ഇങ്ങനെ ഹാപ്പി അങ്ങനെ അങ്ങനെ ക്ലിക്ക് ചെയ്യില്ലേ? ശരിയല്ലേ? അപ്പൊ അന്ന് അവരെന്താ ചെയ്യണത്? അവരെ ഹാപ്പി, അൺഹാപ്പി, ഡിസാറ്റിസ്ഫൈഡ് അങ്ങനെയുള്ള ഒരു 3 സ്മൈലി ഇമോജീസ് ഉണ്ട്. ശരിയല്ലേ? അവരെന്താ ചെയ്യണത്? അതൊരു ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ്. മനസ്സിലായോ? കാരണം ഒരു എക്സിസ്റ്റിംഗ് തിയറിയുടെ അടിസ്ഥാനത്തിലാണ് അവർ ആ 3 സ്മൈലീസ് അവിടെ വച്ചിരിക്കുന്നത്. ഒരാൾ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു 3 സ്മൈലിയാണ്. അതൊരു ഡെസ്ക്രിപ്റ്റീവ് റിസർച്ചിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് അവരെന്താ ചെയ്യണം? ഒരു ദിവസം എത്ര പേര് സാറ്റിസ്ഫൈഡ് ആയി, എത്ര ശതമാനം പേര് സാറ്റിസ്ഫൈഡ് ആയില്ല എന്നുള്ളത് അവർ എന്ത് ചെയ്യും? അത് ക്വാണ്ടിറ്റേറ്റീവ് പ്രോസസ്സിലൂടെ ചെയ്യും. ശരിയല്ലേ? അത് അവര് വെറുതെ അവരുടെ അതോറിറ്റിക്ക് പറയാണ് ഇത്ര പേര് സാറ്റിസ്ഫൈഡ് ആയി, ഇത്ര പേര് ഡിസാറ്റിസ്ഫൈഡ് ആയി എന്ന് പറഞ്ഞ് വെറുതെ ഒരു നോളജ് ക്രിയേറ്റ് ചെയ്ത് ജേണലിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അല്ല, ഇറ്റ് ഈസ് അപ്ലൈഡ്. ശരിയല്ലേ? അല്ലേ? നാളെ ആ ഡിസാറ്റിസ്ഫാക്ഷനെ മറികടക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ആ റിസർച്ച് ചെയ്യുന്നത്. ഡെസ്ക്രിപ്റ്റീവ് പർപ്പസിലൂടെ, ക്വാണ്ടിറ്റേറ്റീവ് പ്രോസസ്സിലൂടെ അപ്ലൈഡ് റിസർച്ച് ആണ് അവർ ചെയ്യുന്നത്. അവർ ചെയ്യുന്ന റിസർച്ച് അപ്ലൈഡിൽ ഏതാണ്? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. ക്ലിയർ ആയോ? ഇനി അതർ ടൈപ്പ് ഓഫ് റിസർച്ചിൽ വരുന്നതാണ് ലോഞ്ചിറ്റ്യൂഡ് റിസർച്ചിന്റെ ക്രോസ് സെക്ഷൻ ഉണ്ട്, ലബോറട്ടറി, അങ്ങനെ പല ടൈപ്പ് ഓഫ് റിസർച്ച് ഉണ്ട്. ഇവിടെ ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് വേണമെങ്കിൽ കോളേജിലെ കുട്ടികൾക്ക് ആറ്റിറ്റ്യൂഡും ഇന്റൻഷനും ഉണ്ടോ എന്നുള്ളത് പഠിക്കാം. അല്ലെങ്കിൽ ഞാൻ പറയാണ്, കൃഷ്ണശ്രീ ബാബു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. പഠിപ്പിക്കുന്നത് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്നുള്ള സബ്ജക്റ്റ് ആണ് പഠിപ്പിക്കുന്നത്. ഓക്കെ. അല്ലെങ്കിൽ അക്കൗണ്ട്സ് ആണ് പഠിപ്പിക്കുന്നത് വിചാരിക്കും. എന്തിനാ അക്കൗണ്ട്സ് പഠിപ്പിക്കുന്ന കുട്ടികളെ? അക്കൗണ്ടിങ് പഠിപ്പിക്കുന്നതിന് വേണ്ടി. കൃഷ്ണശ്രീ ബാബു ഏതാ സ്ട്രീം? ഏതാണ്? ഞാൻ സംസ്കൃതം. സംസ്കൃതമാണ്. ഓക്കെ. സംസ്കൃതം എന്നുള്ള ഒരു ഭാഷ ആ കുട്ടികളെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും പഠിപ്പിക്കുന്നുണ്ട്. ശരിയല്ലേ? ഈ 3 വർഷം പഠിപ്പിക്കുന്നത് സംസ്കൃത ഭാഷയിൽ ആ കുട്ടീനെ നല്ല പ്രാവീണ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിയല്ലേ? ഈ 3 വർഷവും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷ്ണശ്രീ ബാബു ഈ കുട്ടി കൃത്യമായിട്ട് സംസ്കൃതത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അവഗാഹം ആ കുട്ടിക്ക് ഉണ്ടായെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇയറിൽ ആ കുട്ടിക്ക് സംസ്കൃതത്തിൽ എത്രത്തോളം സ്കോർ ഉണ്ട്, സെക്കൻഡ് ഇയറിൽ എത്ര സ്കോർ ഉണ്ട്, തേർഡ് ഇയറിൽ എത്ര സ്കോർ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും തേർഡ് ഇയറിലെ സ്കോറിൽ ഒരു ഗ്രോത്ത് ഉണ്ടോ, ഡിക്ലൈൻ ആണെന്ന് നോക്കണമെങ്കിൽ ദാറ്റ് ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ ടൈപ്പ് ഓഫ് റിസർച്ച്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഒരേ കുട്ടിയുടെ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും തേർഡ് ഇയറിലെയും ഡാറ്റയാണ് കളക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ വേണമെങ്കിൽ ഇപ്പോ MBA പഠിക്കുന്ന കുട്ടികൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനുള്ള താല്പര്യം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഫസ്റ്റ് ഇയർ വരുമ്പോൾ ആ കുട്ടിയുടെ താല്പര്യം നോക്കാം, സെക്കൻഡ് ഇയർ വരുമ്പോൾ ആ കുട്ടിയുടെ താല്പര്യം നോക്കാം. അപ്പൊ താല്പര്യം കൂടിയോ കുറഞ്ഞോ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. ദാറ്റ് ഈസ് എ ലോഞ്ചിറ്റ്യൂഡ് സ്റ്റഡി. ലോഞ്ചിറ്റ്യൂഡ് സ്റ്റഡിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ഇയർ ഡാറ്റ കളക്ട് ചെയ്ത അതേ റെസ്പോണ്ടന്റിന്റെ അടുത്താണ് സെക്കൻഡ് ഇയറിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയറിൽ ചോദിച്ച അതേ ചോദ്യമാണ് സെക്കൻഡ് ഇയറിൽ ചോദിക്കുന്നത്. ക്ലിയർ ആയല്ലോ? That is called longitudinal research. Then what is cross-sectional research? എനിക്ക് പഠിക്കേണ്ടത് ആറ്റിറ്റ്യൂഡ് ഇന്റൻഷൻ ആണ് പഠിക്കേണ്ടത്. മെയിലിനാണോ ഫീമെയിലിനാണോ ആറ്റിറ്റ്യൂഡ് ഇന്റൻഷനിൽ കൂടുതൽ എനിക്കത് കമ്പാരിസൺ നടത്തണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? മെയിലിന്റെ അടുത്തുനിന്ന് ഡാറ്റ കളക്ട് ചെയ്യും, ഫീമെയിലിന്റെ അടുത്ത് ഡാറ്റ കളക്ട് ചെയ്യും. ദാറ്റ് ഈസ് എ ക്രോസ് സെക്ഷണൽ സ്റ്റഡി. ക്ലിയർ ആയല്ലോ? ഇതിനാണ് ക്രോസ് സെക്ഷണൽ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ വരുന്നതാണ് ലബോറട്ടറി. ഇപ്പൊ നമ്മൾ പഠിച്ച സെയിം സംഭവങ്ങളൊക്കെ തന്നെ ഈ എക്സ്പെരിമെന്റൽ വാസിയൊക്കെ എന്താണ്? ലബോറട്ടറിയിലൊക്കെ ചെയ്യുന്ന റിസർച്ച് ആണ്, ലബോറട്ടറി റിസർച്ച് ആണ്. കൺസെപ്റ്റൽ റിസർച്ച് നമ്മൾ കൺസെപ്റ്റൽ ഐഡിയാസ് വെച്ച് ചെയ്യുന്ന മാത്രം റിസർച്ച് ആണ് കൺസെപ്റ്റൽ റിസർച്ച്. കേസ് സ്റ്റഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചു വെച്ചോ, ഇൻഡെപ്ത് ആയിട്ട് ചെയ്യുന്ന റിസർച്ച് ആണ് കേസ് സ്റ്റഡി. ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് മെഡിക്കൽ ഇതിലൊക്കെയാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നത്? കേസ് സ്റ്റഡീസ് ഒക്കെ ചെയ്യുന്നത്. മനസ്സിലായോ? മെഡിക്കൽ ഫീൽഡിലാണ് കൂടുതൽ കേസ് സ്റ്റഡീസ് ഒക്കെ ചെയ്യുക. ഇപ്പൊ കോവിഡ് വന്നപ്പോൾ അതിൽ ഫസ്റ്റ് ഇതൊക്കെ എന്താ? കേസ് സ്റ്റഡിയെ ചെയ്യുന്നത്. കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ ഇൻഡെപ്ത് ആയിട്ട്. നമ്മളുടെ ഇവിടെ പേരാമ്പ്രയിൽ നമ്മളുടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഫസ്റ്റ് കോവിഡിന് മുന്നേ തന്നെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, എന്താണ്? നിപ്പ വൈറസുമായി ബന്ധപ്പെട്ട്. അവിടെ എന്താ ചെയ്യണത്? ഒരു 3-4 കേസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ 3-4 കേസുകൾ
ആഴത്തിലാണ് അവിടുത്തെ ഡോക്ടർമാർ പഠിക്കുക. എന്താണ് അവരുടെ സിംറ്റംസ്, എന്തുകൊണ്ടാണ് അവരുടെ ഭക്ഷണ രീതി എന്തായിരുന്നു, എന്തൊക്കെയാണ് അവർ കഴിച്ചത്, എന്തുകൊണ്ടാണ് അവർക്ക് രോഗം വന്നത്, ആ രോഗത്തിന് കൊണ്ട് എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാവും, അവരുടെ എന്തൊക്കെ അവയവങ്ങളെ അത് ബാധിക്കും എന്നെല്ലാം ആഴത്തിലാണ് പഠിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് കോൾഡ് കേസ് സ്റ്റഡി. ക്ലിയർ ആയല്ലോ? ഓക്കെ, ക്ലിയർ ആയി. ആഴത്തിൽ പഠിക്കുന്നതാണ് കേസ് സ്റ്റഡി. അങ്ങനെ കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച് എന്ന് വെച്ചാൽ ആഫ്റ്റർ ദ ഫാക്ട് റിസർച്ച് ആണ്. ആഫ്റ്റർ ദ ഫാക്ട് റിസർച്ച് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, കോവിഡ് വന്നതിന് ശേഷം നമ്മളുടെ ഇവിടെ കച്ചവടത്തിൽ എന്ത് സംഭവിച്ചു, ദാറ്റ് ഈസ് ആഫ്റ്റർ ദ ഫാക്ട്. നമ്മളൊരു കാര്യം നടന്നതിന് ശേഷമാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നതെങ്കിൽ അതിനെന്ത് വിളിക്കും? എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച് എന്ന്. പിന്നെ കോസൽ റിസർച്ച്, കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യുന്ന റിസർച്ചിനെ കോസൽ റിസർച്ച് എന്ന് വിളിക്കും. എക്സ്പ്ലനേറ്ററി, ഒരു കാര്യത്തിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന റിസർച്ചിനെ എക്സ്പ്ലനേറ്ററി റിസർച്ച് എന്ന് വിളിക്കും. പൊസിഷൻ പേപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ ചർച്ചയൊക്കെ നടക്കുമ്പോൾ ഒരാൾ പ്രസന്റ് ചെയ്യണ ഒരു സംഭവം ഞാൻ പ്രസന്റ് ചെയ്യുന്നതാണ് ശരി എന്ന് പറയുന്ന രീതിയിൽ അയാൾ പ്രസന്റ് ചെയ്യുന്ന അവതരിപ്പിക്കുന്ന രീതിയാണ് വിളിക്കുന്നത് പൊസിഷൻ പേപ്പർ എന്ന് വിളിക്കുന്നത്. സോ ബേസിക്കലി ഇതാണ് ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഗിവൺ ബിലോ ടു സ്റ്റേറ്റ്മെന്റ്. ഹലോ. ഹലോ, ആ. ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യാം. ആ. ഓക്കെ, ഞാൻ ആൻസറിലേക്ക് പോവാണ് സമയമില്ലാത്തത് കൊണ്ട്. സോ ആൻസർ ഈസ് എ, that is both the statement are true. വെച്ചിട്ടുണ്ടെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ് സ്റ്റഡി ഇപ്പൊ നമ്മൾ പറഞ്ഞാണ്. ലോഞ്ച് സ്റ്റഡി ഒബ്സർവ് ദ സെയിം സബ്ജക്ട് ഓവർ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരു കാര്യത്തെ കുറിച്ചാണ് പഠിക്കുന്നത് ലോങ് പീരീഡ് ഓഫ് ടൈം. അതായത് ഫസ്റ്റ് ഇയർ വന്നപ്പോൾ MBA പഠിക്കുന്ന കുട്ടിക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടോ നോക്കി, അതേ കുട്ടിക്ക് സെക്കൻഡ് ഇയറിൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടോ, അതേ കുട്ടിക്ക് തന്നെ ആറ്റിറ്റ്യൂഡിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഒരേ ക്വസ്റ്റ്യൻ തന്നെ 2 വർഷം റിപ്പീറ്റ് ചെയ്യുന്നു ഒരേ കുട്ടീനോട്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇപ്പോ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന 50 കുട്ടികളുടെ അടുത്ത് നിന്ന് ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാനുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഓക്കെ, ഇതേ 50 കുട്ടികളുടെ അടുത്ത് തന്നെയാണ് ഞാൻ ഇതേ ആറ്റിറ്റ്യൂഡിന്റെ ചോദ്യം സെക്കൻഡ് ഇയറിലും ചോദിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ലോഞ്ചിറ്റ്യൂഡിനൽ. ക്ലിയർ ആയല്ലോ? ഒരേ കാര്യം തന്നെ ഓവർ എ ലോങ് ഓഫ് പീരീഡ് ഓഫ് ടൈം. ദെൻ വാട്ട് ഈസ് ക്രോസ് സെക്ഷണൽ? ക്രോസ് സെക്ഷണൽ സ്റ്റഡി അനലൈസ് ഡാറ്റ കളക്ടഡ് ഫ്രം എ പോപ്പുലേഷൻ അറ്റ് എ സ്പെസിഫിക് പോയിന്റ് അറ്റ് എ ടൈം. ഒറ്റ സമയം മാത്രമേ നമ്മൾ കളക്ട് ചെയ്യൂ. അതാണ് ക്രോസ് സെക്ഷണൽ. ഒറ്റ തവണ കളക്ട് ചെയ്യുള്ളൂ. ക്ലിയർ ആയല്ലോ? സോ മനസ്സിലായെന്ന് വിചാരിക്കും. സോ ഇന്നത്തെ ക്ലാസ് ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ. സോ ഫൈൻ, ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ താങ്ക് യു.